അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. റബ്ബി സിദ്നി ഇൽമൻ നാഫിയൻ വഅമലൻ മുതഖബ്ബല റിസ്കൻ ഹലാലൻ ത്വയ്യിബ ഖുലൂബൻ ഖാശിയ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ബിലഡ് സിസ്റ്റേഴ്സ്, പരിശുദ്ധ റമളാൻ മാസത്തിലെ പരിശുദ്ധ ഹജ്ജ് മാസത്തിലെ ഈ 10 ദിവസത്തിന്റെ പ്രത്യേകതകൾ അല്ലെ, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് 10 days അല്ലെ, നമുക്ക് കാണാം. ഈ 10 ദിവസം എന്ന് പറയുന്നത് അതായത് മഹത്തായ സുദിനങ്ങളാണെന്ന് വേണം പറയാൻ. ഒരു മിനിറ്റ് ഇൻഷാ അല്ലാഹ്, ഈ റെക്കോർഡ് ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ച അല്ലെ നൽകിയ സുദിനങ്ങളിൽപ്പെട്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഒരു മിനിറ്റ്, ചെറിയൊരു നെറ്റ് ഇഷ്യൂ ഉണ്ട്. എന്നാലും ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് മുന്തസ്ത, പറഞ്ഞോ. അല്ല ഒരു മിനിറ്റ്, ചെറിയൊരു നെറ്റ് ഇഷ്യൂ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മൊത്തത്തിൽ കറണ്ടൊക്കെ പോയി കിടക്കാണ്, ലേശം ഈ ഇൻവെർട്ടറിൽ അങ്ങനെ ഓടുക. അപ്പം യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അപ്പൊ സത്യവിശ്വാസികളോടുള്ള ആഹ്വാനമാണ് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസിയായിക്കൊണ്ട് ജീവിച്ച് സത്യവിശ്വാസം നിലനിർത്തിക്കൊണ്ട് മരിച്ചു പോകുവാൻ നമ്മെ ഏവർക്കും വിധി കൂട്ടുമാറാകട്ടെ. നമ്മളിന്ന് വല്ലാത്തൊരു വിഷമകരമായ അവസ്ഥയിലാണുള്ളത്. ഇന്ന് 3 ന്യൂസുകൾ കേട്ട് 3 നമ്മളെ ഒട്ടനവധി വിഷമിപ്പിക്കുന്നതാണ്. ഒന്ന്, ഹസീന ടീച്ചറെ ഹസ്ബൻഡിന്റെ ഏട്ടന്റെ മകൻ, ചെറിയ മോന്, 22 വയസ്സായ കുട്ടി ആക്സിഡന്റിൽ യാതൊരു ബോധവും ഇല്ലാണ്ട് കിടക്കുന്നു. ബ്രെയിനാണ് ഇഞ്ചുറി എന്ന് തോന്നുന്നു. അവരൊന്നും പറഞ്ഞിട്ടില്ല. 24 hours 7 days എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും ഉത്തമമായതിലേക്ക് ആ കുട്ടിക്ക് നല്ല ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ വിധി കൂട്ടുമാറാകട്ടെ. അവന്റെ ഉപ്പയും ഡയാലിസിന്റെ വിഷയത്തിൽ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അപ്പൊ അവർക്കെല്ലാം ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമാറാകട്ടെ. മറ്റൊന്ന്, നമ്മുടെ കോഴിക്കോട് സമീപ പ്രദേശത്ത് കണ്ണഞ്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടി, നല്ലൊരു ദീനി തഖ്വയൊക്കെ ഉള്ള മോള്, 5 മക്കളെ ഇട്ടച്ചാണ് ഇന്നലെ വൈകുന്നേരം മരിച്ചിട്ടുള്ളത്. മക്കളെ ഫോട്ടോസ് കണ്ടിട്ട് ഭയങ്കര സങ്കടം തോന്നുന്നു. റബ്ബേ അവർക്കൊക്കെ ക്ഷമയും അതിനുശേഷം കുട്ടികൾക്ക് ഉമ്മി അതിനേക്കാളും നല്ലൊരു ഉമ്മ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. മറ്റൊന്ന്, നമ്മളെ ദിൽഷന്റെ ഉമ്മ, ജുമാക്ക് പോകുമ്പോ ഒരു ഭക്ഷണവും ഇല്ലേനോ, നല്ലപോലെ വീട്ടിലുണ്ട്, ചെറിയൊരു പനി, തിരിച്ചു വരുമ്പത്തി മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 3 വിഷമങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും സംരക്ഷണവും ഈ വിഷയത്തിന് തഖ്വയും ഈമാനും ഒക്കെ പ്രദാനം ചെയ്യട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മിൽ നിന്നൊക്കെ നീക്കി തരുമാറാകട്ടെ. വേദനയേറിയ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ നിന്നുള്ള നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ് ബാറക്കല്ലാഹ്. മോർ ഗുഡ് ഡേയ്സ് അഗൈൻ അല്ലെ. നമുക്ക് പിന്നെ റമദാൻ കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു, ആറുനോമ്പ് കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പിന്നെ നല്ല സുദിനങ്ങളാണ് നൽകിയിട്ടുള്ളത് അല്ലെ. അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് അല്ലെ, ആ മഹത്തായ പകലുകളെ, ഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങളെ കൊണ്ട് നമുക്ക് സ്വർഗം എങ്ങനെ കരസ്ഥമാക്കാം എന്നാണ് നമ്മുടെ വിഷയം അല്ലെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ 10 ദിവസം നമ്മൾ മുന്തസ്സ പറഞ്ഞിട്ട് വീട്ടിൽ ഇരുന്നാൽ മതി, പുറത്തൊന്നും പോകേണ്ട, കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിൽ അമല് വർദ്ധിപ്പിക്കാൻ. അപ്പൊ ഇങ്ങനെ ഇരുന്നു കൊണ്ട് എങ്ങനെ നമുക്ക് സ്വർഗം കിട്ടാന്നൊരു ചോദ്യചിഹ്നം ഉണ്ടാവും അല്ലെ. ഹൗ ടു ഗെറ്റ് ഹെവൻ അല്ലെ, എങ്ങനെ സ്വർഗം കിട്ടും, അതാണ് ഇന്നത്തെ ടോപ്പിക്. സ്വർഗത്ത് പോയാലും പോരാ, ഉന്നത ദർജകളിൽ എത്താനും കൂടെ സഹായിക്കുന്ന അല്ലെ. ചിലപ്പോ നമ്മുടെ അമലുകൾ കൊണ്ട് സ്വർഗത്തിലെ താഴ്വാരത്തിലൊക്കെ എത്തിപ്പോകുമായിരിക്കില്ലേ, ഉറപ്പില്ല, പ്രതീക്ഷയേ ഉള്ളൂ. അപ്പൊ അത് പോരാ, നമുക്ക് ഉന്നതങ്ങളിൽ സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസിന്റെയും അലൽ ജന്നയിലെത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധി കൂട്ടുമാറാകട്ടെ. ആമീൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്.
എന്നെന്നും ജീവിക്കുന്ന സ്വയം പര്യാപ്തതയുള്ള കാരുണ്യവാനായ റബ്ബിനോട് ഞാൻ ഈ സദസ്സിൽ വെച്ചില്ലേ വെള്ളിയാഴ്ച ജുമക്ക് ശേഷം സഹായം അഭ്യർത്ഥിക്കുകയാണ്. റബ്ബേ, നീ കേൾക്കില്ലേ? നമ്മുടെ വരാനിരിക്കുന്ന ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ സിൻസിയർലി ആത്മാർത്ഥമായി തഖറബിലല്ലാ അല്ലാഹുവിലേക്ക് അടുക്കാനും സിയാദത്ത് ദറജത്തി നമ്മുടെ ദറജകൾ വർദ്ധിപ്പിക്കുവാനും നീ എന്നെ സഹായിക്കണമേ റബ്ബേ. പണ്ടൊരു ചോദ്യമുണ്ട്, നെയ്യ് എറിയാൽ അപ്പം കരിഞ്ഞു പോകുകയില്ല. അതിലൊരു പഴമൊഴിയാണ്, നമ്മുടെ വല്യമ്മൊക്കെ പറയുന്നേക്കാം. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താണെങ്കിൽ പറയുന്നത്. അപ്പൊ നെയ്യ് അധികം ഒഴിച്ചാലും അപ്പം കരിയില്ല എന്നല്ലേ. അപ്പൊ അതുപോലെ നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ എടുത്താലും ഒരുപാട് ദിക്റുകൾ എടുത്താലും ഒന്നും നമുക്ക് സ്വർഗത്തിന്റെ വിഷയങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും റഹ്മത്തില്ലാഹി കരുണാവാരിധിയായ റബ്ബിന്റെ കാരുണ്യം കൊണ്ടാണ് സ്വർഗത്തിൽ പോകുന്നത് എങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തൊരു അമലും കൊണ്ടാ പോകുക അല്ലെ. നമുക്കറിയാം 500 വർഷങ്ങൾ കാട്ടിലെ കായ്കനികൾ ഭക്ഷിച്ചും കാട്ടാറിലെ വെള്ളം കുടിച്ചും ജീവിച്ച ഒരു മനുഷ്യൻ അള്ളാന്റെ അടുത്ത് എത്തിയപ്പോ അള്ളാഹ് പറഞ്ഞത് നമുക്കറിയാം അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മളെ അമലുകളൊന്നും തന്നെ നമുക്ക് മതിയായ അത്ര ഇല്ല എന്ന് നമുക്ക് തന്നെ തോന്നുന്നില്ലേ. ആ സ്ഥിതിക്ക് ഇനിയും നമ്മൾ എത്ര ചെയ്താലും പണ്ട് ഉള്ളവർ പറഞ്ഞ പോലെ തന്നെ നെയ്യേറിന്ന് വെച്ചിട്ട് അപ്പം കരിയണ്ട. ഈ ദിവസങ്ങൾ നമ്മൾ അതിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പോലെ അരയും തലയും മുറുക്കി നമുക്ക് പണിയെടുക്കാം അല്ലെ. അതും പകല് മതി, ഉറക്കൊഴിയണമെന്നില്ല അല്ലെ. അങ്ങനെ നമ്മൊന്ന് മെനക്കെട്ട് പണിയെടുക്കാൻ വേണ്ടി നമ്മൾ മനസ്സ് വെക്കണം അല്ലെ. സ്വർഗം അനേകായിരം ദർജകൾ ഉൾക്കൊള്ളുന്ന ഒരു വല്ലാത്തൊരു ലോകമാണ് അല്ലെ. ആ ലോകം ആരും കണ്ടിട്ടില്ല അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പരിധി വരെ കണ്ടു അല്ലെ. അതിന് വേണ്ടിയിട്ട് ലെറ്റ്സ് ജസ്റ്റ് അച്ചീവ്, നമ്മൾ അത് നേടിയെടുക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് അല്ലെ, ബില്ലാഹി തൗഫീഖ്, അള്ളാന്റെ തൗഫീഖോട് കൂടി നമുക്കെല്ലാം തന്നെ അതിലേക്ക് ഒന്ന് വിശ്രമമില്ലാതെ പണിയെടുക്കാം അല്ലെ. അതും ഒഴുക്കാതെ ഒരു കറണ്ടോ ഗ്യാസോ പിന്നെ വുളുവോ വേറെ എന്തെങ്കിലും ഒരു ചെലവ്, എന്തെങ്കിലും ടൈപ്പ് ചെലവ് അല്ലെ, ഒരു ചെലവില്ല, പൈസയും ചെലവാക്കണ്ട, മനസമാധാനത്തോടെ വീട്ടിൽ ഇരുന്നും കിടന്നും അല്ലെ, യാതൊരു ദേഹാധ്വാനവും കൂടാതെ ഒരു പണച്ചെലവും ഇല്ലാണ്ട് എങ്ങനെ ഹമലുസ്വാലിഹാത്തുകൾ അല്ലെ, സ്വർഗത്തിലെ ഹയ്യസ്റ്റ് ദറജകൾ അല്ലെ, ലെറ്റ്സ് കോൺക്യർ, എങ്ങനെ കീഴടക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അള്ളാഹുവിനുണ്ട് ഒരു പരിപാടി അല്ലെ. ചില പ്രത്യേക മാസങ്ങൾ, ചില പ്രത്യേക സമയങ്ങൾ, ചില പ്രത്യേക സ്ഥലങ്ങൾ, ചില പ്രത്യേക ആളുകൾ, ഇങ്ങനെയൊക്കെ ഓരോ ടൈപ്പ് തന്നിട്ട് അതിലൂടെ നമുക്ക് എന്ത് തരാം, ഒരുപാട് പിന്നെ ഓഫറുകൾ. ഇപ്പൊ റമദാൻ മാസം വന്നാല്, ഹജ്ജ് വന്നാല്, ഉംറ വന്നാല്, ദിക്ർ ചൊല്ലിയാൽ അങ്ങനെ ഓഫർ ഡിക്ലെയർ ചെയ്ത്. നമുക്കറിയാം ഓണത്തിന് കണ്ണങ്കണ്ടിയില് പിന്നെ ഓണം ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ മിക്സിയും ടി വി ഒക്കെ ആയിട്ട് പോവില്ല, പഴയതൊക്കെ അവിടെ കൊടുത്ത് അതിനും എന്തെങ്കിലും കിട്ടും, പുതിയത് വാങ്ങിപ്പോരും. പുതിയ മിക്സി ഓൾറെഡി 7000 റുപ്യന്റെ മിക്സിയൊക്കെ ആണെങ്കിൽ അവരൊന്നായിട്ട് ലാട്ട് കണക്കിന് എടുക്കുമ്പോൾ നമുക്കത് 6 റുപ്യക്കൊക്കെ കിട്ടും അല്ലെ. അവിടെ എല്ലാത്ത സമയത്ത് കിട്ടൂല. അപ്പൊ അതുപോലെ അള്ളാന്റെ ഒരു ഓഫർ കാലഘട്ടമാണ് ഇത് അല്ലെ. അപ്പൊ നമ്മളെല്ലാവരും തന്നെ ഈ ഓഫറിൽ കിട്ടാനും വേണ്ടിയിട്ട് ഒരുപാട് കുറച്ച് ചെയ്താൽ തോനെ കൂലി കിട്ടുന്ന ഒരു അമലിലേക്ക് നമ്മളെല്ലാം ഓടിയെടുക്കേണ്ടതുണ്ട് അല്ലെ. പ്ലീസ് കമോൺ വിത്ത് മീ, നമുക്ക് ഒരുമിച്ച് പോകാം അല്ലെ. നോ ടെൻഷൻ, നോ ഫിയർ, നോ ഹെസിറ്റേറ്റ്. ഒരു പേടിയില്ല, ഒരു ഭയപ്പാടുമില്ല, ഒരു സമാധാനക്കേടുമില്ല. കൂളായിട്ട് ഇരുന്നിട്ടും കിടന്നിട്ടും നടന്നിട്ടും ഒരുപാട് ഉന്നതമായ പദവികൾ ദർജകളൊക്കെ നമുക്ക് കരസ്ഥമാക്കാനുള്ള ടിപ്സ് ആണ് ഞാൻ ചുവടെ പറയുന്നത് അല്ലെ. നമ്മുടെ സ്വന്തം വീട്ടിൽ ഹൗസ് വാമിങ്ങിന് ഒരു കല്യാണം വന്നാൽ എങ്ങനെയാണോ നമ്മൾ ഓടി നടന്ന് വർക്ക് ചെയ്യുന്നത് അല്ലെ, അതുപോലെ നമ്മൾ വർക്ക് ചെയ്തിട്ട് വേണം ഈ ഒരു കാര്യത്തില് നമുക്ക് എന്താവാൻ, ഒരുപാട് പ്രതിഫലം ലഭിക്കുവാൻ അല്ലെ. അത് മനസ്സിലാക്കണം. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും, സിൻസിയർ ആയില്ലേ.
ഫസ്റ്റ് ഓഫ് ഓൾ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുപാട് ദറജകൾ 100 ഉണ്ട് എന്ന് പറയുന്നു, അതിലധികം ഉണ്ടെന്ന് പറയുന്നു. നമ്മൾ ആരും കണ്ടിട്ടില്ല അല്ലെ. അത് ജന്നാത്തുൽ ഫിർദൗസിന്റെയും മേലെ പിന്നെയും ഒരുപാട് ദർജകൾ ഉണ്ടെന്നല്ലേ. അപ്പം മൈ ലവിങ് ആൻഡ് ബിലവഡ് സിസ്റ്റേഴ്സ്, ഞാൻ വീണ്ടും പറയാണ്, ലെറ്റ് us get the point അല്ലെ, ടു ദ പോയിന്റ്. നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം. ആ വിഷയം എങ്ങനെ അവതരിപ്പിക്കാമെന്ന് നോക്കാം അല്ലെ, ഇൻഷാ അല്ലാ. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന മറ്റാരേക്കാളും നമ്മളെ ഇഷ്ടപ്പെടുന്ന യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇന്നും ജീവിച്ചിരിക്കുന്നവനും കാരുണ്യവാനുമായ അള്ളാഹുവിനോട് തന്നെ നമുക്ക് സഹായം അഭ്യർത്ഥിക്കാം അല്ലെ. ഈ 10 ദിവസങ്ങൾ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമായി തീരുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്നുള്ള എല്ലാ കാരുണ്യവും എല്ലാ ഒഴിവ് സമയങ്ങളും നമുക്ക് ധാരാളമായിട്ട് ലഭിക്കുമാറാകട്ടെ. ആമീൻ. സെക്കൻഡ്. അപ്പൊ ഈ 10 ദിവസങ്ങളിൽ അമലു സ്വാലിഹാത്തുകൾ, ബാക്കിയാത്തു സ്വാലിഹാത്തുകളുടെ ഒരു പെരുമഴയായി തീരണേ യാ റബ്ബുൽ ആലമീൻ അല്ലെ. റബ്ബുൽ ആലമീൻ, അതായത് ഇത് ഇന്നിപ്പോ മഴ തുടങ്ങുകയാണ്. ജൂൺ 1 പോലെ മഴ പെയ്തു തുടങ്ങുക, ജൂൺ 1 അല്ലെങ്കിലും അതുപോലെ അല്ലെ. അപ്പൊ അതുപോലെ പെരുമഴ കാലത്ത് അമലു സ്വാലിഹാത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുന്ന അല്ലെ സത്യവിശ്വാസികളിൽ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ പരിശുദ്ധ ദിവസത്തിൽ, അതായത് അഫ്ളലു അയ്യാമിൻ ദുൽഹജ്ജ് അല്ലെ, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മാമിൻ അയ്യാമിൽ അമലു സ്വാലിഹു ഫീഹ അഹബ്ബു ഇലല്ലാഹ് അല്ലെ. മറ്റ് ദിവസങ്ങളെക്കാൾ ഈ ദിവസങ്ങൾ ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമി യഗ്നി അയ്യാമിൽ അഷർ. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഈ 10 ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റൊരു ദിവസത്തിലെ മറ്റൊരു കർമ്മങ്ങളും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നല്ലേ. അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ ഈ 10 ദിവസത്തിലാണെന്ന് മഹത്തായ ഈ ഹദീസിനെ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അൽബാനി സ്വഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മഹത്തായ സുദിനങ്ങളാണ് നമുക്ക് വരാനിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾ വെയിറ്റ് ചെയ്താലും നമുക്ക് വരുന്നത് അത്തരത്തിലുള്ള ഒരു മഹത്തായ സുദിനങ്ങൾ. അൽഹംദുലില്ലാഹ്, അതിൽ ഭാഗവാക്കാകുവാനും അതിൽ കൂടുതൽ പുണ്യം നേടുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സർവ്വവിധ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. ഈ ദിവസത്തിൽ ഓടിച്ചാടി നടന്ന് ഉത്സാഹത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പരിശ്രമിക്കേണ്ടതുണ്ട് അല്ലെ. ആദ്യമായിട്ട് തന്നെ ദേഹം കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു അമലു സ്വാലിഹാത്താണ് ഏത്? പിന്നെ നോൻപ് അല്ലെ. അപ്പൊ നോമ്പുകൾ ധാരാളമായിട്ട്, അതായത് പറ്റുമെങ്കിൽ, ആരോഗ്യത്തിന് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് 9 നോൻപുകളും നോൽക്കാം അല്ലെ. ധാരാളമായി പകലുകളിൽ സുന്നത്തായ നമസ്കാരങ്ങളിലും ഖുർആൻ പാരായണങ്ങളിലും ദിക്റുകളിലും ദുആകളിലും ചാരിറ്റി പ്രവർത്തനങ്ങളിലും അങ്ങനെ കണ്ട കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാം. അതിനും അഡീഷണൽ ആയിട്ട് വരുന്നതാണ് ഉളൂഹിയത്ത് അറക്കൽ അല്ലെ. നമുക്ക് പിന്നെ ആരോഗ്യമല്ല ധനം, കഴിവും സാമ്പത്തികവും ഒക്കെ ഉണ്ടെങ്കിൽ ഉളൂഹിയത്ത് അറക്കുന്നതിന് വളരെയേറെ പ്രോത്സാഹിക്കപ്പെട്ടിട്ടുള്ളതായിട്ട് കാണാം. പണ്ടൊക്കെ ആണുങ്ങളുടെ ഒരു കർത്തവ്യമായിട്ടായിരുന്നു നമ്മൾ കണക്കാക്കിയിരുന്നത്. ഇപ്പൊ അത് സ്ത്രീകളും കൂടി ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അതിലൊക്കെ ഭാഗവാക്കാകുവാനും നമ്മുടെ ഒരു സ്വന്തം പുത്രനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറക്കാൻ വേണ്ടി കൽപ്പിച്ചാൽ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാര്യത്തിലും നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെ. അപ്പൊ അങ്ങനെ പിന്നെ ദിക്റുകൾ വർദ്ധിക്കുന്ന വിഷയത്തിൽ നമുക്ക്
ഇനി വെറും 3-4 ദിവസങ്ങളേ ഉള്ളൂ അല്ലെ. ദുൽഹജ്ജിന്റെ പൊൻപ്രഭ വിതറുമ്പോൾ മാസപ്പിറവി സംഭവിച്ചാൽ ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൽ നമുക്ക് അള്ളാഹുവിനെ എങ്ങനെ ദിക്ർ ചെയ്യാം, എങ്ങനെ പ്രതിഫലം കരസ്ഥമാക്കാം അല്ലെ. ഞാൻ വീണ്ടും പറയാണ്, ഒരു അധ്വാനമോ വിയർപ്പൊഴുക്കലോ സദക്ക കൊടുക്കാം, സക്കാത്ത് കൊടുക്കാം, അതല്ലാണ്ട് അതൊക്കെ പറ്റാത്തവർക്ക് പോലും പിന്നെ ഇത്തരം കർമ്മങ്ങൾ ചെയ്ത് പിന്നെ നേട്ടങ്ങൾ കൈവരിക്കാവുന്ന ഒരു മഹത് സുദിനങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ ആരും തന്നെ ബ്ലൈൻഡ് ആയി പോരുത്, ഗഫലത്തിലായി പോരുത് അല്ലെ. ഈ ഒരു വിഷയത്തിന് നമ്മളൊക്കെ തന്നെയും ഒന്ന് ഉത്സുകരായിട്ട് പ്രവർത്തിക്കേണ്ടതാണ് അല്ലെ. അപ്പൊ സ്വർഗത്തിലെ നിറഞ്ഞ ദറജകളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സ്റ്റെപ്പുകളൊക്കെ കയറി പോകാൻ വിധി കൂട്ടുമാറാകട്ടെ. ഇവിടെ ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് ദിക്ർ എന്നാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. അതായത് ദിക്ർ, അള്ളാഹുവിന്റെ ദിക്റിനെ കുറിച്ചാണ് കൂടുതൽ പരാമർശിക്കാൻ. അതാണല്ലോ ഞാൻ പറഞ്ഞതിന്റെ അധ്വാനമില്ലാതെ ഇരുന്നിടത്തിരുന്ന് കിടന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അപാരമായ കാരുണ്യം കൊണ്ട് നമുക്ക് ഒരുപാട് ദിക്റുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള സർവ്വവിധ സൗകര്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അപ്പം ദിക്റിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് വിഷയാസ്പദമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ മഹാനായ സ്വഹാബി മുആദ് ബിൻ ജബൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിന്റെ പ്രവാചകരെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ്? ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ പറഞ്ഞ ലിസ്റ്റിൽ ഒരുപാട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ചില കർമ്മങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തമൂത്ത വലിസാനുക റത്തുബം മിൻ ദിക്രില്ലാഹി തആല, അള്ളാഹുവിന്റെ ഓർമ്മയാൽ സ്മരണകളാൽ നിന്റെ നാവ് നനഞ്ഞിരിക്കെ മരിച്ചു പോകലാണ് അല്ലെ. അപ്പൊ ഖിയാമത്ത് നാളിൽ ജനങ്ങൾ ചെയ്തു വെച്ച കർമ്മങ്ങൾക്കുള്ള പ്രതിഫലത്തിന്റെ മറ നീക്കിയാൽ ദിക്റുല്ലാഹി, അതായത് അള്ളാഹുവിനെ സ്മരിക്കുന്നതിനോളം വലിയ ഒരു പ്രതിഫലാർഹമായ ഒരു കർമ്മവുമില്ല എന്ന് കാണാം അല്ലെ. നമുക്കെല്ലാം അറിയാം, നമ്മളിപ്പോ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നവരെ ലിസ്റ്റ് പെട്ടതാണ് അല്ലെ. അപ്പൊ നിസ്കരിക്കണമെങ്കിൽ നമുക്ക് വുളു വേണം, ശുദ്ധി വേണം, തഹൂറായിരിക്കണം, നിസ്കാരപ്പടം വേണം, ഔറത്തുകൾ മറയണം, നല്ല തഖ്വയും ഒക്കെ ആയിരിക്കണം, നിസ്കരിക്കാനുള്ളത് പഠിച്ചെടുക്കണം, അങ്ങനെ ഒരുപാടുണ്ട് അല്ലെ. സക്കാത്ത് കൊടുക്കണേ നല്ല സമ്പന്നത വേണം, നമ്മുടെ ആവശ്യത്തിൽ കവിഞ്ഞിട്ടുള്ള സ്വത്തും സമ്പാദ്യങ്ങളും വേണം അല്ലെ. സദക്ക കൊടുക്കണമെങ്കിലും അത്യാവശ്യം, ഒരു ഗതിയില്ലാത്തവനൊന്നും പറ്റൂല അല്ലെ. അപ്പൊ സദക്ക കൊടുക്കണമെങ്കിലും സദക്കക്കുണ്ട് അതിൻ്റെതായ കാറ്റഗറികൾ. അങ്ങനെ ഓരോന്നും ജീവിതത്തിൽ ഓരോ വിഷയത്തിലും തന്നെ നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പിന്നെ ഓരോന്നിനും അതിൻ്റെതായ വിഷമങ്ങളുണ്ട്. എന്നാൽ വല ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിന്റെ ദിക്ർ എന്ന് പറയുന്നത് അതൊന്ന് വേറെ തന്നെയാണ്. അതൊരു വേറെ തന്നെ ഒരു കാറ്റഗറി ആണെന്ന് വേണം പറയാൻ അല്ലെ. നമുക്ക് ആർക്കും തന്നെ വലിയൊരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നുമില്ല അല്ലെ. അടുക്കളയിൽ മീൻ ക്ലീൻ ചെയ്യുമ്പോഴും പാകം ചെയ്യുമ്പോഴും ഭർത്താവിന്റെ അടുത്ത് മൂപ്പര് കിടക്കുമ്പോൾ ഒന്ന് വെറുതെ കിടന്ന് തമാശ പറയാൻ വിചാരിച്ച് പോയി ഇരിക്കുമ്പോഴും ഏത് അവസരത്തിലും നമുക്ക് ദിക്റുകൾ ചെയ്യാം അല്ലെ. അറിയുക ജനങ്ങളെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നത് അല്ലെ. വീണ്ടും പറയുന്നു, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ കുല്ല അഹ്യാനിഹി അല്ലെ. എല്ലാ സന്ദർഭങ്ങളിലും നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക അല്ലെ. അതായത് അഹ്യാനിഹി എന്ന് പറയുന്നത് സന്തോഷത്തിലും സന്താപത്തിലും എല്ലാ സമയത്തും അല്ലെ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്, നമുക്ക് അള്ളാഹുവിന്റെ സ്മരണ വെച്ചാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നത് അല്ലെ. ഒരാൾ നമസ്കാരത്തെയും സക്കാത്തിനെയും ഹജ്ജിനെയും ദാനത്തെയും കുറിച്ച് ചോദിച്ചു. ഒരു സഹാബി ചോദിക്കപ്പെട്ടു,
അപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരിൽ ഏറ്റവും അധികം അള്ളാഹുവിനെ സ്മരിക്കുന്നവൻ എന്ന തന്നെയായിരുന്നു മറുപടി, അല്ലെ. അപ്പൊ അതിനേക്കാളൊക്കെയും പുണ്യം എന്ന് പറയുന്നത് ഈ ദിക്റിനാണെന്ന് പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഫരിദുകൾ മുൻപേ കടന്നുപോയി. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയുണ്ട്, ആരാണ് മുഫരിദുൻ യാ റസൂലുള്ള, ആരാണ് അള്ളാഹുവിന്റെ റസൂല് മുഫരിദുകൾ എന്ന് പറയുന്നത്? അപ്പൊ അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, അല്ലെ. അബൂ ഹത്തീം റളിയല്ലാഹു അൻഹു ഖാല, ഏറ്റവും ലാഭകരമായ കച്ചവടം അള്ളാഹുവിനെ സ്മരിക്കലാണ്, അല്ലെ. ഏറ്റവും നഷ്ടകരമായ കച്ചവടം ജനങ്ങളെ കുറിച്ച് സംസാരിക്കലാണ്. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കൊക്കെ മറ്റുള്ളവരെ ഓരോ വിഷയം സംസാരിക്കലും, നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഭക്ഷണത്തിനെ കുറിച്ചിട്ടും അവര് നമ്മളോട് മൈൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ അവരിട്ട ഡ്രസ്സിനെ കുറിച്ചല്ല, അവരുടെ വേറെന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കൽ നമുക്കൊരു ഹോബിയാണ്, അല്ലെ. അത് കൂടി അതിനെല്ലാം ഒരുപാട് ഭക്ഷണം ടേബിളിൽ ഇഷ്ടംമാതിരി ഭക്ഷണം വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതിലെന്തോ ഉപ്പോ പുളിയോ കുറഞ്ഞതോ കരിഞ്ഞതോ അതൊക്കെ ആയിരിക്കും നമ്മൾ കാണുക, അല്ലെ. നമുക്കൊക്കെ തന്നെ ജനങ്ങളെ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് അതീവ താല്പര്യം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എപ്പോഴും, അല്ലെ, പ്രത്യേകം ശ്രദ്ധിക്കുന്നത് മയ്യത്തല്ലേ, നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടന്നിട്ട് അവന്റെ മാംസം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ എന്ന് അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഖുർആനിലൂടെ നമ്മളോട്. അപ്പൊ നമ്മൾ മാക്സിമം അള്ളാഹുവിനെ കുറിച്ച് ഏത് സദസ്സിലെത്തി കഴിഞ്ഞാലും ഇങ്ങനെ സംസാരിക്കാം. അപ്പൊ ആൾക്കാർ പറയും, ഓലിക്ക് വെറും അതേ പറയാനുള്ളൂ, ഖുർആൻ ക്ലാസ് പറഞ്ഞോട്ടെ, നമുക്കത് തന്നെ ഉള്ളു പറയാനില്ലേ. നമുക്ക് അള്ളാഹ് തന്നെയാണ് വലുത്, അള്ളാഹിന്റെ വിഷയങ്ങളാണ് അത്. വിജയകരമായ ലാഭകരമായ കച്ചവടമാണില്ലേ. അങ്ങനെ ഒരു ആമുഖമായി നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് 24 hours ദിക്റിലെ കുറിച്ചുള്ള ഒരു ദിക്റ് ചെല്ലാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് തന്നെ ഞങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ അജുറു ഫുൾ, അതായത് അള്ളാഹുവിന്റെ അജുറ് ദിക്റുകളെ, പിന്നെ ആ ദിക്റുകളെ കുറിച്ച് ഇങ്ങനെ ധാരാളമായി ചെല്ലുന്ന, അതായത് നമ്മളെ റേഡിയോ ടീച്ചറാണ് അതിന് മെയിൻലി ദിക്റുകൾ പറയുന്നത്. ആ റഹിയ ടീച്ചറുടെ ആ മാസ്മരിക സൗണ്ട്, ഗാനഗോകുലങ്ങളെങ്കിലും പോലെ ആ വോയിസ് കേട്ടാൽ തന്നെ നമ്മള് ദിക്റിന് അങ്ങ് വ്യാപ്തരായി പോവില്ലേ. ദിക്റിന്റെ മാലപ്പടക്കം തന്നെ ഉണ്ട് ആ ഗ്രൂപ്പില്. ദിവസവും രാവിലെ എണീച്ച് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ഇങ്ങനെ ഒത്തിരി ദിക്റുകൾ അതിൽ പരാമർശിച്ച് കാണാം, അല്ലെ. അപ്പൊ ആ ദിക്റിന്റെ പിന്നെ ഫോണിൽ ഒന്ന് ഓൺ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പണിയെടുത്ത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന് അപ്പോഴൊക്കെ ഇത് ഇങ്ങനെ പിന്നെ ദിക്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഉദാഹരണം പോയിട്ട് ചെറിയൊരു എക്സാമ്പിൾ പറയാണ്. അപ്പോൾ മീൻ മുറിച്ച് കഴുകി വിചാരിച്ചോളൂ. അപ്പൊ മീൻ മുറിച്ച് കഴുകിയാലും നമ്മളെ മീനിന്റെ അവശിഷ്ടങ്ങൾ മുറ്റത്ത് തെങ്ങിന് കൊണ്ടുപോയി മറിക്കാൻ പോകുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ഓഫ്ലത്തിലായി പോകും. അല്ലെങ്കിൽ ആരെങ്കിലും ബെല്ലടിച്ചു, ഫോൺ അവിടെ വെച്ച് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ ചെല്ല് ദിക്റോ നമ്മൾ ഓതി ആയത്തോ നമുക്ക് മറന്നു പോകൂലേ. പക്ഷെ ഇത് ഓൺ ചെയ്ത് അങ്ങനെ ഇട്ട് വെച്ചാൽ നമുക്കിങ്ങനെ ഫുൾ ടൈം അതിലൂടെ അങ്ങനെ ഓതി പോകാം, അല്ലെ. അങ്ങനെ ഒരുപാട് ദിക്റുകളിലൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഈ ഒരു ദിവസം 10 ദിവസം അതിനു വേണ്ടി, അല്ലെ, ദിക്റിൽ ചാലിച്ചു കൊണ്ടിരിക്കണം, അല്ലെ. ഈവൻ ഫോൺ കോളുകൾ, ഫോൺ ബെല്ല് കേട്ടാൽ, അല്ലെ, നമ്മള് പുറത്തുപോയി ആ ഫോണിൽ അറ്റൻഡ് ചെയ്ത് ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറന്നു. ഇപ്പൊ ഈ ദിക്റിന്റെ വീഡിയോസിലാകുമ്പോ അതിങ്ങനെ വീണ്ടും ചെല്ലുമ്പോ നമ്മൾ ഓഫ്ലത്തിലായി പോവില്ല എന്നർത്ഥം, അല്ലെ. അപ്പൊ ഈ ദിക്റിന്റെ ഗ്രൂപ്പിൽ ആഡ് ആവണമെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ ആഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ വരുന്ന ദിക്റുകൾ ഇങ്ങനെ വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, അതിലങ്ങനെ ദിക്ർ ഓതിക്കോളും. അതും ഒരുപാട് പ്രതിഫലമുള്ള ദിക്റുകൾ, അൽഹംദുലില്ലാഹ്. അപ്പൊ അതിന്റെ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കും, ആഡ് ആകുന്നവർക്ക് ആഡ് ആവാം, അല്ലെ. പിന്നെ നമ്മളെ സ്വർഗത്തിലേക്ക് ആനയിക്കുവാൻ, നരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മയേക്കാൾ, നമ്മുടെ ഉറ്റവരെക്കാൾ, ഉടയവരെക്കാൾ, നമ്മുടെ മക്കളെക്കാൾ, ഭർത്താവിനേക്കാൾ നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് വേണ്ടി അല്ലാഹു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പല രീതിയിൽ, ഹജ്ജിന്റെ രീതിയിൽ, ഉംറന്റെ രീതിയിൽ, നിസ്കാരത്തിന്റെ രീതിയിൽ, സ്വതക്കന്റെ രീതിയിൽ, സക്കാത്തിന്റെ രീതിയിൽ, ചാരിറ്റി രൂപത്തില്, പിന്നെ ഉമ്മമാരെ സ്നേഹിച്ചിട്ട്, ഭർത്താവിനെ സ്നേഹിച്ചിട്ട്, സഹജീവികളോട് കാരുണ്യം കാട്ടിയിട്ട്, ഇങ്ങനെ സ്വർഗത്തിലേക്ക് ഒരു വഴിയൊന്നല്ല, ഒരുപാട് വഴികളുണ്ട്, അല്ലെ. നരകത്തിലേക്കുള്ള പോലെ തന്നെ
ഇൻഷാല്ല ഇതിന്റെ ലിങ്ക് ഗ്രൂപ്പിൽ ഇടാം. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ ഗ്രൂപ്പിൽ ഇട്ടുതരാം കേട്ടോ. അപ്പൊ അതിപ്പോ നമ്മളിപ്പോ ദിക്കറുകൾ തെരഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാൽ തന്നെ ഒരു ദിക്കറേ നമുക്ക് കിട്ടുള്ളൂ, ബാക്കിയുള്ള നല്ല ദിക്കറ്. അപ്പൊ ഇത് ഈ ഗ്രൂപ്പിൽ ആഡായി കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ വരുന്ന ദിക്കറെല്ലാം അത് അസ്മാഉൽ ഹുസ്ന ഉണ്ട്. ഒരു ദിവസം ഒരു പ്രാവശ്യം തന്നെങ്കിൽ അസ്മാഉൽ ഹുസ്നൊക്കെ ഒന്ന് ഓതാൻ പറ്റാന്ന് പറയുന്നത് നമുക്കൊന്ന് ഡെയിലി റൊട്ടീൻ ആക്കാൻ പറ്റും ലൈഫിൽ അല്ലെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ സാബിഖൂ ഇലൽ മഗ്ഫിറതി മിർ റബ്ബിക്കും ജന്നത്തിൻ അർളുഹസ് സമാവാതി അർളുഹാ കഅർളിസ് സമാവാതി വൽ അർളി വഇദ്ദത്തിൽ ഉല്ലത്തിലില്ലദീന ആമനു ബില്ലാഹി വറസൂലിലെ, അതായത് വിശ്വസിച്ചവർക്കും പ്രവാചകനിലും അള്ളാഹുവിലും വിശ്വസിച്ചവർക്കും അത് സ്വർഗത്തിലെ താഴ്വാരകൾ ഒരുക്കിയിരിക്കുന്നു അല്ലെ. അത് അങ്ങേയറ്റം വിശാലമായ സ്വർഗം തന്നെ. അതിന് പറയുന്ന സാബിക്കൂ നിങ്ങൾ മുൻകടന്നോടുകയും, ചിലടത്ത് പറയുന്നു സാരിയോ നിങ്ങൾ ധൃതിപ്പെട്ടു പോകുമല്ലേ. ലാലിക്ക ഫളിലുള്ള, അത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ പെട്ടത്, കാരുണ്യത്തിൽ പെട്ടതാണ് അല്ലെ. സത്യവിശ്വാസികൾക്ക് സ്വർഗം ആമനൂ ലില്ലാഹി വറസൂലി എന്ന് പറയുന്ന സത്യവിശ്വാസികൾക്ക് സ്വർഗം കൊടുക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പെട്ടതാണ് അല്ലെ. അത് അവന് ആ കാരുണ്യം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ നൽകുകയുള്ളൂ അല്ലെ. അത്തരത്തിൽ അള്ളാഹു കാരുണ്യം ഉദ്ദേശിക്കുന്ന സത്യവിശ്വാസികളായ സൽക്കർമ്മികളായ മുത്തഖീങ്ങളിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. മലക്കുകളുടെ മഹനീയ സദസ്സിൽ നമ്മുടെ ഒക്കെ പേരുകൾ അള്ളാഹു ഈ ഗ്രൂപ്പിൽ ആഡായിട്ടുള്ള പലരുടെയും പേരുകൾ എനിക്ക് അറിഞ്ഞുകൂടാ അല്ലെ. ഒരു 3-4 ആളെ പേരുകളെ പറയാൻ കേട്ടോ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കുറിച്ചൊക്കെ അവിടെ മലഉൽ അഹ്ലയിൽ വെച്ചിട്ട് സംസാരിക്കുന്നുണ്ടാവും. ഇന്ന ആൾക്കാർ ഇന്ന ഗ്രൂപ്പിൽ കൂടി അവരെ ക്ലാസ് കേൾക്കുന്ന അൽഹംദുലില്ലാഹ് അല്ലെ. വല്ലാഹു ദുൽ ഫളിൽ അലീം, ഏറ്റവും അനുഗ്രഹമുടയവനാണ് അല്ലെ. ഫളിൽ ഔദാര്യമുള്ളവനാണ് എനിക്കല്ലേ. അപ്പൊ എനിക്കൊരു വലിയ പ്രയാസം എന്ന് വെച്ചാൽ നമ്മൾ ഈ അനുവദിക്കപ്പെട്ട സമയം അല്ലെ 1.5 മണിക്കൂറാണ്. അത് ഈ മിഷ്കാത്ത് ഗ്രൂപ്പിൽ ക്ലാസ് എടുക്കുന്ന വെറും 1.5 മണിക്കൂറാണ്. അത് ദിക്റുകളെ കുറിച്ച് അങ്ങ് കാണ്ട് കയറി പറയാൻ മാത്രം ഉണ്ട് അല്ലെ. 30 ദിവസം രാവും പകലും പറഞ്ഞാലും തീരാത്ത കാര്യങ്ങൾ നമുക്ക് ഈ ദിക്റിനെ കുറിച്ച് പറയാനുണ്ട്. നമുക്ക് കിട്ടുന്ന സമയമാണ് തുലോം കുറവാണ് അല്ലെ. വെറും 1.5 മണിക്കൂർ മാത്രം. therefore ഒരു സൊല്യൂഷൻസ് ഞാൻ സജസ്റ്റ് ചെയ്യാണ് നിങ്ങൾ അല്ലെ. ഒരു കുടക്കീഴിൽ ഒരുപാട് ദിക്റുകൾ എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് എന്റെ സഹോദരിമാരിൽ അധിക പേരും ഇതാണ് ആ ബുക്ക് കേട്ടോ. ഇതാണ് ആ ബുക്ക്. ചിത്രം കണ്ട ഒരുപാട് ആളുകൾ ആ ബുക്ക് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്പൊ അതിന് ഒരുപാട് ദിക്റിനെ കുറിച്ചിട്ട് ഒരുപാട് വിഷയങ്ങൾ അതിൽ പരാമർശിക്കുന്നുണ്ട് അല്ലെ. ഏറ്റവും ശ്രേഷ്ഠ, അതായത് ഇപ്പൊ നമ്മളെ വിഷയം തന്നെ നമുക്ക് പിന്നെ ദുൽഹജ്ജ് മാസത്തിൽ എല്ലാ കർമ്മങ്ങളും ചെയ്യാം, ഹജ്ജ് ചെയ്യാം. അത് പക്ഷെ നമുക്കിപ്പൊ പറ്റൂല. അതേസമയം ഉംറ ചെയ്യാം, അതും ഇപ്പം പറ്റൂല. അതേസമയം നിസ്കാരം, നോമ്പ്, സക്കാത്ത്, പിന്നെ സദക്ക, ചാരിറ്റി, അങ്ങനെ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാം. പക്ഷെ എന്റെ വിഷയം ഇപ്പൊ നമുക്ക് വീടുകളിൽ അകത്തളങ്ങളിൽ പെരുമഴക്കാലത്ത് വീട്ടിൽ അടച്ചു പൂട്ടിയിരുന്നാൽ പോലും നമുക്ക് സ്വർഗത്തിലേക്കുള്ള വാതായനങ്ങൾ, സ്വർഗത്തിലെ സ്റ്റെപ്പുകൾ, ഒരു ഏണി കണ്ടില്ലേ നിങ്ങൾ, പുണ്യം വാരി കൂട്ടുന്ന ഒരു ഏണി കണ്ടില്ലേ, ഈ ഏണിമ കൂടെ എങ്ങനെ കയറി പോകാം എന്നാണ് നമ്മുടെ വിഷയം അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന ഉനബ്ബിഉകും ബിഖൈരി അഅ്മാലിക്കും വ അസ്ഖഹ ഇൻദ മലീകിക്കും ഫീ ദറജാത്തിക്കും. അതായത് നിങ്ങളുടെ ഏറ്റവും ഉത്തമമായ കർമ്മവും നിങ്ങളുടെ യജമാനായ അള്ളാഹുവിന്റെ പരിശുദ്ധവും നിങ്ങളുടെ പദവികൾ ഏറ്റവും ഉയർത്തുന്നതും സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ ഉത്തമമായതുമായ ശത്രുക്കളെ കണ്ടുമുട്ടുകയും അവരുടെ കഴുത്തിന് വെട്ടുകയും ചെയ്യുന്നതിനേക്കാൾ ഉത്തമമായ ഒരു കർമ്മം ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു അല്ലെ. ഇബ്നു മാജ ഷെയ്ഖ് പിന്നെ അൽബാനി സ്വഹിയാക്കിയ ഒരു ഹദീസാണ് അല്ലെ. അപ്പൊ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു പറഞ്ഞത് എന്താ, മഹാനായ സ്വഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു അല്ലെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം. അപ്പൊ പറയുന്ന മറുപടി എന്താ, അൻതമൂത വലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹി തആല അല്ലെ. അള്ളാഹുവിന്റെ വചനങ്ങളെ ചൊല്ലിക്കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടില്ലേ മരിച്ചു പോകലാണ് ഏറ്റവും ഉത്തമമെന്ന്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ കുറെ ദിക്ർ എടുക്കുന്നവരാണല്ലോ അല്ലെ,
അല്ല, നമ്മൾ കുറെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണല്ലോ, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടായിരിക്കും മരിക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണമെങ്കിൽ ല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണമെങ്കിൽ ഒരുപാട് ജീവിതത്തിൽ ദിക്റുള്ളവനായിരിക്കണം. വെറും അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുന്നവന് മാത്രമേ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുവാൻ സാധിക്കുകയുള്ളൂ ല്ലേ. ഫൈദാ ഖുളിയത്തിസ് സ്വലാത്തു ഫൻതശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ് ല്ലേ. അങ്ങനെ നമസ്കാരം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചു കൊള്ളുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും തേടിക്കൊള്ളുകയും ചെയ്യുക. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ ല്ലേ. നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക, നിങ്ങൾ വിജയം വരിച്ചേക്കാം. അപ്പം ഈ പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളൊക്കെ അവിടെ കൂടി ചടഞ്ഞു കൂടി ഇരിക്കേണ്ട, ആണായാലും പെണ്ണായാലും ഒക്കെ നിങ്ങൾ വബ്തഗൂ മിൻ ഫളിൽ, നിങ്ങൾ നിങ്ങളുടെ എന്താണ് ജോലിയും കർമ്മങ്ങളൊക്കെ തേടി പുറത്ത് അന്വേഷിച്ചു പോയി കൊള്ളുവിൻ. പക്ഷെ വൺ കണ്ടീഷൻ എന്തായിരിക്കണം, നിങ്ങൾ തസ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ ല്ലേ. പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊക്കെ ഉമർ ഖത്താബും സഹാബത്തും ഒക്കെ എന്ത് ചെയ്യുമായിരുന്നു, വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുമ്പോ ചിലപ്പോ മുഴുപട്ടിണി ആയിരിക്കും, വിശന്നിട്ടൊന്നും തിന്നാനുണ്ടാവില്ല. ആ സമയത്തൊക്കെ അവര് വെറുതെ അങ്ങാടിയിൽ വന്നിട്ട് അങ്ങാടി ദുആ, അത് നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു, ഞാൻ പ്രത്യേകം എല്ലാ ഗ്രൂപ്പിലും ആ ദുആകളെ കുറിച്ച് പലപ്പോഴും പരാമർശിക്കാറുണ്ട്. അപ്പൊ ആ ദുആ ചൊല്ലു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യും ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ദുആ അല്ലെ. അത് ചൊല്ലിക്കഴിഞ്ഞാൽ അതിന്റെ സ്പെഷ്യൽ വീഡിയോ തന്നെ ഉണ്ട്, വേണ്ടിയവർ ചോദിച്ചാൽ ഞാൻ അയച്ചു തരാം. അതായത് 10 ലക്ഷം നന്മകൾ എഴുതപ്പെടും. ഒരേ ഒരൊറ്റ ദുആ അങ്ങാടിയിൽ വെച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലെ, 10 ലക്ഷം നന്മകൾ എഴുതപ്പെടും, 10 ലക്ഷം തിന്മകൾ മായ്ക്കപ്പെടും, 10 ലക്ഷം പദവികൾ ഉയർത്തപ്പെടുന്ന ഒരു മഹത്തായ ഒരു ദുആ ആണത് ല്ലേ. അപ്പൊ സ്വഹാബത്തൊക്കെ വെറുതെ വീട്ടിലിരിക്കുമ്പോ അങ്ങാടി പോയി തിരിഞ്ഞു കളിച്ചിട്ട് ഈ പ്രതിഫലം കരസ്ഥമാക്കുവാൻ ശ്രമിക്കുമായിരുന്നു. അപ്പൊ ആ രീതിയിൽ നമുക്കൊക്കെ ആണെങ്കിൽ സാപത്തിനെ പോലെ നടന്നൊന്നും പോണ്ട. ഇപ്പൊ വീട്ടിന്റെ അടുത്ത് തന്നെ പോർച്ച് തന്നെ സ്കൂട്ടറിലോ കാറിലോ കയറി യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ ദുആ വിട്ടുപോകാണ്ട് പറയണം. ഞാനൊക്കെ യാത്ര ചെയ്യുമ്പോൾ അധികം പരിചയമുള്ള ഒരുപാട് ടോക്കറ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നും ഇരിക്കൂല, ഒരുപാട് സംസാരിക്കുന്നവരെ കൂടെ ഇരിക്കൂല. ബിക്കോസ് എനിക്കിത് ദിക്ർ ഒരുപാട് ചെല്ലണം. എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു വിഷമം അതാ. ട്രെയിൻ സാധാരണഗതിയിൽ അങ്ങാടികളിൽ കൂടെ ക്രോസ് ചെയ്യൽ വളരെ കുറവാണ്. അതേസമയം മറ്റുള്ള വാഹനങ്ങളാണെങ്കിൽ ടൗണിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്യുക. നമുക്ക് ഒരുപാട് ദിക്റുകൾ വർദ്ധിപ്പിക്കാനും ഒരുപാട് പ്രതിഫലത്തിന്റെ ഭാഗവാക്കാകുവാനും സഹായിക്കും. അൽഹംദുലില്ലാഹ്. പ്രകാരം ഇത്തരം കർമ്മങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട്, അതിപ്പോ ഈ ദുൽഹിജ്ജന്റെ പ്രത്യേകത എന്ന് മാത്രമല്ല, എപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാം അല്ലെ. പിന്നെ ദിക്ർ ചെല്ലുന്നവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രത്യേകതകൾ കൂലികൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ദിക്ർ ചെല്ലുന്നവന് ഇഹപരമായ ഒട്ടനവധി കൂലികൾ, സ്വർഗം ലഭിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ച അവന് സ്വർഗം നിർബന്ധമാണ് അല്ലെ. നമുക്കറിയാം, നമ്മളെ ഫിറഔനും ചൊല്ലി നോക്കിയിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഫിറഔനല്ല, ഫിറഔനും ചൊല്ലി നോക്കിയിട്ടുണ്ട് അവസാന കാലത്തിൽ അല്ലെ. അത് മാത്രമല്ല ജന്നാത്തുൽ ഫിർദൗസും ലഭിക്കുന്നു. ദിക്ർ പതിവാക്കുന്നവൻ ചിരിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നു അല്ലെ. ആരെങ്കിലും അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ ഉദ്ദേശിച്ചാൽ അല്ലെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അവൻ സ്മരണശീലമാക്കിക്കൊള്ളട്ടെ എന്ന് എപ്പോഴും ദിക്റിൽ അള്ളാഹുവിന്റെ ദിക്റുകളെ കൊണ്ടിട്ട് നാവിങ്ങനെ നരഞ്ഞ്. അപ്പൊ ഒരു മിനിറ്റ് പോലും, ഞാൻ എപ്പോഴോ പണ്ടൊരു ബുക്ക് വായിച്ചപ്പോ, എനിക്ക് പണ്ടേ ഇങ്ങനെ പുസ്തകം വായിക്കല് ഭയങ്കര ക്രൈസാ. അങ്ങനെ കുട്ടിക്കാലത്തൊരു ബുക്ക് വായിച്ചപ്പോ ഞാനൊരു സ്വഹാബിയെ കുറിച്ച് കേട്ടറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഗോതമ്പ് മാവ് അരച്ച് പിന്നെ കലക്കി ചുട്ട് ചപ്പാത്തി തിന്നാൻ കാത്തു നിൽക്കൂല. കാരണം അത്രയും സമയം ആ പണികളിലായിപ്പോണ്ട് അശ്രദ്ധയായി പോകുന്നതിന് ഗോതമ്പ് പൊതിർത്തിട്ട് വായിലിട്ട് ചവച്ചരച്ച് ഇറക്കാറ് പതിവായിരുന്നു. അത്ര പോലും അള്ളാഹുവിന്റെ
ദിക്റും ദിക്റുല്ലാഹി നഷ്ടപ്പെട്ടു പോകൂന്ന് ഭയപ്പെട്ടിട്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ സ്വഹാബ കിറാമുകളുടെ ഒക്കെ ഒരു കാര്യല്ലേ, അവര് എത്രമാത്രം ദിക്റിനെ സ്നേഹിക്കുന്നു എന്നല്ലേ. ദിക്ർ അള്ളാഹുമായിട്ടുള്ള അടുപ്പം, കുർബത്ത്, മറിയത്ത് അല്ലെ, കുർബത്ത്, അള്ളാഹു നമ്മുടെ കൂടെ ഉള്ള പോലെ. അള്ളാഹു നമ്മളെ, അതായത് വേറൊരു ഹദീസിൽ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്, അതായത് ദിക്ർ ഇങ്ങനെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ സ്വർഗത്തിലെ പണിക്കാര് നമുക്ക് വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദിക്ർ നമ്മൾ നിർത്തുമ്പോൾ അവര് വീട് പണി നിർത്തുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ദിക്ർ എടുക്കുമ്പോ ദിക്ർ നിന്ന് പോകുമ്പോ ഞാൻ പഠിച്ചോനെ എന്റെ സ്വർഗത്തിലെ വീട് പണി നിന്ന് പോയോ എന്നിങ്ങനെ ഞാൻ വിചാരിക്കാൻ. ഹദീസ് ശരിയാണോ തെറ്റാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെയുള്ള ഒരു ഹദീസാണ് അത്, അള്ളാഹു ആലം. അപ്പൊ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവൂലേ. മറിയ റബ്ബി, എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ടാവും. പിന്നെ മനസ്സിന് അലാബിദിക്കിരില്ലാഹി തത്മഇന്നൽ ഖുലൂബ്, നമുക്ക് മനസ്സിന് ശാന്തം ആവണമെങ്കിലും ദിക്ർ തന്നെ വേണം. ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മം ചോദിച്ചപ്പോൾ പറഞ്ഞത് ദിക്ർ തന്നെയാണ് അല്ലെ. പിന്നെ ഞാനത് ഒരുപാട് വിശദീകരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ഈ വിഷയം ദിക്റിന്റെ കൂലികളെ കുറിച്ചിട്ട് ഇനിയും കുറേ പറയാനുണ്ട്. അത് പിന്നെ വിടുകയാണ്. അത് നിങ്ങൾ ആ ബുക്ക് വാങ്ങിയിട്ട് വേണമെങ്കിൽ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട്. ഒരുപാട് ആളുകൾ വാങ്ങിയിട്ടുണ്ട്, അവരുടെ കയ്യിലൊക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആരെങ്കിലും പുതുതായിട്ട് വാങ്ങാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അറിവ് ലഭിക്കുന്ന ഒരു പുസ്തകമാണ് അത്. നിങ്ങൾ ഇനി ഹദീസ് റിയാദുസ് സ്വാലിഹീൻ പോലത്തെ ഹദീസ് ഗ്രന്ഥങ്ങളും മറ്റൊക്കെ വായിച്ചു കഴിഞ്ഞാലും ദിക്റും ദിക്റിന്റെ പ്രതിഫലവും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ്. അതിലൊക്കെ എല്ലാ ഹദീസും കൂടെ മിക്സ് ചെയ്തിട്ട് അല്ലെ. ഇത് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. കാരണം നമുക്ക് പലപ്പോഴും ദിക്റിന്റെ പ്രതിഫലത്തെ കുറിച്ച് നമ്മൾ അജ്ഞരായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ദിക്ർ എത്ര ഉണ്ട് പ്രതിഫലം എന്ന് അറിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഏറ്റവും കൂടുതൽ ചെല്ലാനുള്ള ഒരു ടെൻഡൻസി കൂട്ടാം. ഒന്നാമത് ഞാൻ പറയും, നിങ്ങളെ മോനൊരു എഞ്ചിനീയർ ആണ്. ഓന് പിന്നെ കോഴിക്കോട് വർക്ക് ചെയ്യുമ്പോ ഏകദേശം ഒരു 20-25 കിട്ടും അല്ലെ. അതും കഴിഞ്ഞ് എറണാകുളത്ത് പോയാൽ ചിലപ്പോ 80-90 അതിന്റെ അടുത്ത് ശമ്പളം വരും ഒരു ബിടെക്കാരന്. അതും കഴിഞ്ഞ് അവന് ബാംഗ്ലൂരോ ബോംബെയിലോ പോയി കഴിഞ്ഞാൽ 1 ലക്ഷത്തിന്റെ പുറത്ത് വരും. അതും കഴിഞ്ഞ് അമേരിക്കയിലോ ലണ്ടനിലോ അങ്ങനെ ഏതെങ്കിലും ഭയങ്കര വലിയ ഗൾഫ് കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ 2 ലക്ഷത്തിന് എബോവ് ശമ്പളം കിട്ടും അല്ലെ. നമ്മളെ ആയിരിക്കും ഈ വിസ ഈ ഒരു ബിടെക്കിന്റെ സർട്ടിഫിക്കറ്റും വെച്ച് 2 ലക്ഷം ശമ്പളം കിട്ടി അതല്ല നല്ലത് എന്ന് നമ്മൾ വിചാരിക്കുക. അതുപോലെ തന്നെ ദിക്ർ കാറ്റഗറികൾ നമ്മൾ ഒരുപാട് അല്ലെ അതിന്റെ പ്രതിഫലം അറിഞ്ഞും മനസ്സിലാക്കി എന്റെ ബുക്കിലെല്ലാം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബുക്ക് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതിലിങ്ങനെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ ഇതിനു വേണ്ടി നോക്കിയപ്പോ ഇത്രയും ദിക്റിനെ കുറിച്ചിട്ട് വിശദമായ പ്രതിഫലങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ബുക്കും എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇത് വാങ്ങി വായിച്ച ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതനുസരിച്ച് നമുക്ക് ജീവിതത്തിൽ പകർത്താനും ഒരുപാട് മഹത്തരമായ പ്രതിഫലങ്ങൾ നേടിയെടുക്കാനും സാധിക്കൂലേ. ദിക്ർ പ്രശ്നങ്ങളിൽ ഫീസ് ഇല്ലാത്തൊരു വക്കീലാണ് അല്ലെ. ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ. ഏതെങ്കിലും ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ അങ്ങനെ അള്ളഹാനോട് പറയാം, ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ, നിനക്കല്ലാണ്ട് നീയാണ് ഏറ്റവും വലിയ വക്കീൽ, നിനക്കല്ലാണ്ട് പഠിച്ചാണ് ഈ പ്രശ്നം തീർക്കാൻ ഇപ്പൊ ആർക്കും കഴിയില്ല. എനിക്കിപ്പോ കോടതിനെ വക്കീലിനെ ഒന്നും പിന്നെ സമീപിക്കാൻ പറ്റൂല റബ്ബേ എന്ന് പറഞ്ഞ് ഹസ്ബുനല്ലാഹ് അനിയമൽ വക്കീൽ എന്നുള്ള ആ ഒരു വിളി ഉണ്ടല്ലോ, ഹൃദയത്തിന്റെ ഉള്ളിലുള്ള വിളി, അത് അള്ളാഹു കേൾക്കുമെന്ന വിശ്വാസത്തോടു കൂടിയാകും അള്ളാഹ് ഏറ്റെടുക്കും നമ്മുടെ കാര്യങ്ങൾ. അള്ളാഹ് അങ്ങോട്ട് ഏറ്റെടുക്കും അല്ലെ. ദിക്ർ മുഖാന്തരം സ്വർഗത്തിൽ അനേകം ഭവനങ്ങൾ നിർമ്മിക്കപ്പെടും. നിങ്ങൾക്കറിയാം സ്വർഗത്തിൽ കുറെ വീടുകളൊക്കെ ലഭിക്കുവാനും ദിക്റുകൾ സഹായിക്കുന്നു. പിന്നെ അടിമകളെ മോചിപ്പിക്കുന്നതിനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ദിക്ർ കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ ലഭിക്കുവാനുണ്ട് അല്ലെ. പിന്നെ ദിക്റിനെ കുറിച്ച് അങ്ങനെ പറയുകയാണെങ്കിൽ അബൌട്ട് ദിക്ർ ഒരുപാട് പറയാനുണ്ട് അല്ലെ. ഭയങ്കര കൂലി കിട്ടുന്ന, ഭയങ്കര പ്രതിഫലങ്ങൾ കിട്ടുന്ന ഒരുപാട് ദിക്റുകൾ ഉണ്ട് അല്ലെ. ഞാൻ മൈക്ക് ഓൺ ആക്കി തരാം, അല്ല സോറി അൺമ്യൂട്ട് ആക്കി ചെയ്തു തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു ദിക്റിന്റെ പേര് നിങ്ങൾ പറയോ? നമുക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ദിക്റിന്റെ പേര്. ഒരു മിനിറ്റ്.
ഒരു ദിക്കറിന്റെ പേര് പറയാം. ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹിൽ അലീം ബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം സുബ്ഹാനല്ലാഹി ബിഹംദി. എന്നാ ഞാൻ പറയാം. പക്ഷെ ഇതൊക്കെന്ന് അറിയുന്നത് നമ്മളൊരു ഒഴുക്കൻ മട്ടിലാ പറയുന്നത്. പക്ഷെ ഇതിന്റെയൊക്കെ എന്താണ് അതിന്റെ എന്തൊരു വർത്താനം ഉണ്ട്. നമ്മളെ ഉമ്മയൊക്കെ പറയുമ്പോൾ റാഫും എന്താണ് ഫത്തഹും കസറൊക്കെ ഒപ്പിച്ചിട്ടുള്ള അതിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ് പറഞ്ഞ ഒരു കൂലി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി പറഞ്ഞാൽ ഒരു കൂലി, വേറൊരു കൂലി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി പറഞ്ഞ അങ്ങനെ ഒരു കൂലി, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ പറഞ്ഞ അതിന് വേറെ കൂലി അല്ലെ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് പറഞ്ഞ അതിന് വേറൊരു കൂലി അല്ലെ. സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി പറഞ്ഞ അങ്ങനെ കൂലി. ഇങ്ങനെ കൂലികൾ കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോന്നിനും ഓരോന്നിൻ്റെതായ പ്രത്യേകത ഉണ്ട്. നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല. നമ്മൾ എല്ലാ ഫർള് നമസ്കാര ശേഷവും ചെല്ലുന്ന സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നുള്ള ആ ദിക്ർ 33 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ വേറെ കൂലി, 30 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് വേറെ കൂലി, 10 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് വേറെ കൂലി. ഇങ്ങനെ ഓരോന്നിനും വ്യത്യസ്ത ലെവലുകളാണ്. അപ്പൊ ഞാനൊക്കെ ഇതൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പ് കൂലി ഏതാകട്ടെ, ഏറ്റവും ടോപ്പ് ദിക്ർ എങ്ങനെ അത് നോക്കി എല്ലാം ചെല്ലും. പക്ഷെ ടോപ്പ് കൂലി ഉള്ളതിനെ വല്ലാണ്ട് അങ്ങ് കെയർ ചെയ്യും അല്ലെ. അങ്ങനെയല്ല, ഏറ്റവും അഫ്ദൽ ഖുർആനാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഖുർആനെ ഒരുപാട് മാനിക്കുന്നു. അതുപോലെ അഫ്ളലു ദിക്റു തിലാവത്തുൽ ഖുർആൻ, ഏറ്റവും വലിയ ദിക്ർ ഖുർആൻ പാരായണം തന്നെ. അതിൽ യാതൊരു സംശയവും ഇല്ല അല്ലെ. ഖുർആൻ പാരായണത്തിന് അനവധി സവിശേഷതകൾ പ്രതിഫലങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ഈ ദിവസങ്ങളിലും നമ്മൾ ഖുർആൻ പാരായണത്തിന് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഈ ബുക്കില് മീസാനിൽ കലന്തൂങ്ങുന്ന ദിക്റുകൾ എന്നും പറഞ്ഞിട്ട് ഒരു പോർഷൻ ഉണ്ട് 35-ാമത്തെ പേജിൽ, 6-ാമത്തെ. അതിൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിങ്ങനെ ആരെങ്കിലും പറഞ്ഞ് ഇതിൽ യുഹ്യി വയുമീതു അല്ല വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ആരെങ്കിലും 100 പ്രാവശ്യം ചെല്ലിയാൽ 100 നന്മകൾ എഴുതപ്പെടും, 100 തിന്മകൾ മായ്ക്കപ്പെടും അല്ലെ. 100 പദവികൾ, പ്രദോഷം വരെ അവനെ പിശാചിൽ നിന്ന് സംരക്ഷിക്കും അല്ലെ. ഇങ്ങനെ ഓരോ ദിക്റിനും അല്ലെ ഒരു സുബ്ഹാനല്ലാഹ് മനസാന്നിധ്യത്തോടു കൂടി വളരെ എന്താ പറയാ, അള്ളാഹുവിനെ സുബ്ഹാനല്ലാഹ് അങ്ങനല്ലേ നമുക്ക് അങ്ങനെ ഒരു പറയലുണ്ട്, അൽഹംദുലില്ലാഹ്. അതുപോലെ സുബ്ഹാനല്ലാഹ് വളരെ ആത്മാർത്ഥമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നമ്മളത് എടുത്ത് പറയുകയാണെങ്കിൽ അതിന് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്ന പ്രതിഫലം എത്രയാണെന്ന് അറിയാമോ? അതായത് സുബ്ഹാനല്ലാഹ് 100 പ്രാവശ്യം പറയുകയാണെങ്കിൽ അള്ളാഹു അതിന് തിന്മകൾ പൊറുക്കപ്പെടുകയോ നന്മകൾ എഴുതപ്പെടുകയോ ചെയ്യും അല്ലെ. അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോഴോ അള്ളാഹുവിന്റെ തുലാസ് നിറയ്ക്കപ്പെടും അല്ലെ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാല് പിന്നെ ആകാശങ്ങളും ഭൂമിയിലും ബൈന അർളുസമാവാതി വൽ അർളി ല്ലേ, അത് ആകാശങ്ങളും ഭൂമികളിലും ഇടയ്ക്കുള്ളതെല്ലാം നിറയ്ക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോ സിക്കറിനും അതിൻ്റെതായ പ്രതിഫലങ്ങളുണ്ട്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യം മറു കയ്യിലും ഒരു കയ്യില് വെച്ചാല് ആ കൈ താണ് പോകുന്ന പറയുന്നത് അല്ലെ. 2 കൈകളില് നമ്മൾ വെച്ച് ഒരു കൈയില് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന സത്യവാക്യം വെച്ച് കഴിഞ്ഞാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ച കൈ നമ്മോട് താണ് പോകും. അത്രക്ക് പ്രതിഫലമാണ് അല്ലെ. പിന്നെ നമുക്കറിയാം സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദ നഫ്സി വസനത അർശി വമിദാദ കലിമാത്തി എന്നുള്ള ആ ഒരു സിക്കർ അത് ഒരുപാട് എന്താണ് അള്ളാഹുവിനെ സ്തുതിക്കുന്നതിനോടൊപ്പം ഇതിനെ പരിശുദ്ധപ്പെടുത്തുകയും ചെയ്യുന്നു. അതായത് സൃഷ്ടികളുടെ എണ്ണത്തോളവും അവന്റെ തൃപ്തിയോളവും അർഷിന്റെ ഭാരത്തോളവും ഞാൻ വചനങ്ങളുടെ മഷിയുടെ അളവോളവും ഞാൻ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം പരിശുദ്ധപ്പെടുത്തുന്നു. ആ ഒരു ദിക്ർ ഒരു ദിവസം സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹിക്ക് ശേഷം പുറത്തു പോയി തിരിച്ചു വരുന്നത് വരെ ജുബൈരിയ റളിയല്ലാഹു നിസ്കാരപ്പായിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ജുബൈരിയനോട് ളുഹാ നമസ്കാരം വരെ, അപ്പൊ ജുബൈരിയോടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജുബൈരിയ നിങ്ങൾ എത്ര സമയമായി ചെല്ലുന്നത്, അതിനേക്കാളൊക്കെ ഒരു കൂലി കിട്ടുന്ന
ഒരു 3 വചനങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുത്ത ദിക്റാണ് ഇത്. നമ്മളെല്ലാം രാവിലെ ചെല്ലുന്നതാണ് അല്ലെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറള നഫ്സി വസനത അർശിഹി വമിദാദ കലിമാതി. ഇങ്ങനെ ഓരോ ദിക്റുകളും അല്ലെ അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ചു തന്ന ദിക്റുകളാണ്. ഇതിന്റെയൊക്കെ മഹാത്മ്യത്തെ കുറിച്ച് നമ്മൾ ഒന്ന് ബോധവാന്മാർ, ഇപ്പൊ ഈ ബുക്ക് കയ്യിലുള്ളവരൊക്കെ തന്നെ അതെങ്കിലും ഷെൽഫിന്റെ ഉള്ളിൽ എവിടെയും മടക്കി കിടക്കുന്നുണ്ടാവും. പക്ഷെ ഈ സമയത്ത് നിങ്ങള് എന്താക്കണോ അതിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് വരുമ്പോ പറയാട്ടോ, ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അഫ്ളല് ദിക്റ് പിന്നെ ഏതാണെന്ന് നോക്കിയിട്ട് ഈ ബുക്ക് എടുത്ത് വെച്ചിട്ട് ഈ 10 ദിവസം റമദാൻ മാസത്തിലെ പോലെ തന്നെ നിങ്ങളൊന്ന് ഇങ്ങനത്തെ ദിക്റുകളൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് ധാരാളമായിട്ട് ശ്രമിക്കണം അല്ലെ. പിന്നെ മീസാനിൽ തല തൂങ്ങുന്ന ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞല്ലോ അല്ലെ. പിന്നെ മറ്റൊരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നതുകൊണ്ട് നീ എനിക്ക് വസിയത്ത് ചെയ്യുകയാണ്. സർവ്വ സൃഷ്ടികളുടെയും പ്രാർത്ഥനയാണ് അത് അല്ലെ. അതായത് ആകാശഭൂമികളായിട്ട് തുലനം ചെയ്താല് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ദിക്റിന് ഭയങ്കര വെയിറ്റ് ആണ്. വേറൊരു സംഗതിക്കും കൂടെ അള്ളാഹു വെയിറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാവോ അത്? അതായത് നമ്മൾ ഒരാൾക്ക് സഹായിക്കുക, ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരു 10,000 ഉറുപ്പ്യ അല്ലെങ്കിൽ ഒരു സ്കൂളിലെ ഫീസ് കെട്ടണം, കുട്ടിക്ക് പരീക്ഷ ആണ്, അത് കെട്ടിയിട്ടില്ല പരീക്ഷ എഴുതാൻ പറ്റൂല എന്നൊരവസരത്തിൽ നമ്മൾ സഹായിക്കുകയാണ്. അപ്പം കൊടുക്കുന്ന ആ പൈസക്ക് ആ കൊടുത്ത സഹായം ചിലപ്പോൾ വളരെ കുറച്ചായിരിക്കും അല്ലെ. വളരെ കുറച്ചാണെങ്കിൽ പോലും ഇഹലോകത്തിലുള്ളതിനേക്കാൾ, അതായത് ഭൂമി മുഴുവനും ഒരു ഇരുമ്പ് വളയമാക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ കൊടുത്ത ഈ 10,000 അതിന്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ ഭൂമി താണു പോകുന്നായിരുന്നു. അത്രമാത്രം പ്രതിഫലമായിരിക്കും അല്ലേ. അൽഹംദുലില്ലാ, നമ്മൾ അങ്ങനെ പലരെയും പല കണ്ണ് കലങ്ങുന്ന സമയങ്ങളിൽ സഹായിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രതിഫലങ്ങൾ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അല്ലെ, ഇൻഷാ അല്ലാഹ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ പ്രശംസിക്കുന്ന ദിക്റുണ്ട്. അതേതാന്ന് നിങ്ങൾക്ക് അറിയാവോ? അള്ളാഹുവിന്റെ തിരുസന്നിധിയിൽ പ്രശംസിക്കുന്നേ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സലാത്തു ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഭാഗികമായും ചെല്ലുന്നവർക്ക് മലക്കുകളോട് അള്ളാഹു അഭിമാനപൂർവ്വം സംസാരിക്കും അല്ലെ. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് സദസ്സിൽ ഇരിക്കുന്നവരെ കുറിച്ചിട്ടും ഈ ദിക്റുകൾ, അതായത് അള്ളാഹുവിനെ കുറിച്ചുള്ള സദസ്സിൽ ഇരിക്കുന്ന നമ്മളെ കുറിച്ചിട്ടും അള്ളാഹു അപ്രകാരം പറയും. പിന്നെ ഈ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നുള്ള ദിക്റ് ചെല്ലുന്നവരെ കുറിച്ചിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പിന്നെ പ്രശംസിക്കുന്നതാണ്. മാത്രവുമല്ല നമ്മുടെ ഖുർആൻ ക്ലാസ് പോലത്തെ ഒക്കെ സദസ്സിൽ പങ്കെടുത്ത് കഴിഞ്ഞാല് മഹത്തായ പ്രതിഫലവും തിന്മകൾ നന്മകളാക്കി മാറ്റുകയും ചെയ്യുന്ന പറഞ്ഞ അത്തരത്തിലുള്ള സദസ്സുകളൊക്കെ നമുക്ക് എപ്പോഴും പിന്നെ സദസ്സുകളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് വരുന്ന ഈ വർഷത്തെ 2025 നമ്മുടെ മിഷ്കാത്ത് യാസീൻ നൂർ സദരി ഗ്രൂപ്പിന്റെ മീറ്റ് കോഴിക്കോട്ട് വെച്ച് നടത്തുവാൻ ഉദ്ദേശിച്ച വിവരം നിങ്ങളെല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. സീറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. കാരണം നമ്മുടെ ഗ്രൂപ്പ് ഒരുപാട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് കണക്കില്ലാത്ത ആളുകളുമുണ്ട്. അപ്പൊ പരിമിതമായ 1000 ആളുകളുടെ പിന്നെ കപ്പാസിറ്റി ആയിട്ടുള്ള ഒരു വലിയ ഹാള് തന്നെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും അപ്പൊ നമുക്ക് ആദ്യമേ ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും പ്രാമുഖ്യം ഉണ്ടാവുക. അപ്പൊ നിങ്ങളെല്ലാവരും ആ ദിവസത്തേക്ക് അല്ലെ അള്ളാഹുവിന്റെ ഇഷ്ടക്കാർ ഒരുമിക്കുന്ന സംഗമിക്കുന്ന ഖുർആനിന്റെ അഹ്ലുകാർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്ന ആ മഹനീയ സദസ്സിൽ ഒത്തുകൂടാൻ നിങ്ങൾ എല്ലാവരും ഇപ്പോഴേ ദുആ ചെയ്യണം. മഴ സംബന്ധമായ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊരു നല്ല സുദിനമായി തീരട്ടെ. ജൂലൈ 26 ശനിയാഴ്ച രാവിലെ 8 മുതൽ 4 മണി വരെയാണ് നമ്മൾ പരിപാടി ഉദ്ദേശിക്കുന്നത്. 8 മുതൽ 4 മണി വരെ ചെയ്താലും തീരാത്തത്ര കാര്യങ്ങൾ നമുക്ക് ഒരുപാട് സമ്മാനം വിതരണം ചെയ്യാനും ഒരുപാട് പുതിയ പ്രോഗ്രാംസ് ലോഞ്ച് ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പം ബർക്കത്തേറിയ സമയം ലഭ്യമാക്കുവാനും കാലാവസ്ഥ ഏറ്റവും ഉത്തമമായ രീതിയിൽ നമുക്ക് അനുകൂലമായിരിക്കുവാനും ഒക്കെ നിങ്ങൾ ദുആ ചെയ്യണം. സത്യവിശ്വാസികളുടെ ദുആ അള്ളാഹിന്റെ അടുത്ത് സ്വീകാര്യമാണല്ലോ. പിന്നെ 64-65 പേജിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നതിന് അതായത് അള്ളാഹുവിന്റെ തിരുസന്നിധിയിൽ പ്രശംസിക്കുന്ന ദിക്ർ കേട്ടല്ലോ അല്ലെ.
അതുപോലെ പിന്നെ അടുത്തതായിട്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. എന്താ വെച്ചാൽ സാധാരണഗതിയിൽ ചില ആളുകളൊക്കെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു അസ്തഫുറുല്ലാ 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 ഇങ്ങനെ പറയുന്ന കേൾക്കാം അല്ലെ. അത് കേൾക്കുമ്പോ പലരും പറയോ ഇവർക്ക് വെറും ഒരു അസ്തഫുറുല്ലാ, ഇത് വലിയ മനസ്സറിഞ്ഞിട്ടാണോ പറയുന്നത്, മനസ്സറിഞ്ഞ് പറഞ്ഞാലല്ലേ, വെറുതെ അങ്ങനെ അസ്തഫുറുല്ലാ പറഞ്ഞാൽ കൂലി കിട്ടും എന്നൊക്കെ ചിലര് പരിഹസിക്കുന്നത് കാണാം. നോ സഹോദരിമാരെ, ഒരിക്കലും അത്രക്കാരെ നിങ്ങൾ പരിഹസിക്കരുത്. അവര് പിന്നെ ആളുകളുടെ കൂട്ടത്തിലായിരിക്കുമ്പോ മേ ബി ചിലപ്പോ വേറെ എന്തെങ്കിലും വർത്താനത്തിന്റെ ഇടക്കും ചെല്ലുന്നുണ്ടാവും. എന്നിരുന്നാലും അവരിന്റെ ഉള്ളിന്റെ ഉള്ളില് അള്ളാഹു ഉള്ളത് കൊണ്ടാണ്, അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരണമെന്നുള്ള ആ ഒരു ഉദ്ദേശം മനസ്സിലുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെല്ലാൻ പറ്റുന്നില്ല. എല്ലാവർക്കും അങ്ങനെ ചെല്ലാൻ പറ്റൂലാലോ. എല്ലാരും അത് നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയുകയാണ് ചെയ്തത്. അങ്ങനെയല്ല സഹോദരിമാരെ. അസ്തഗ്ഫിറുല്ലാഹ്ക്ക് ഒരുപാട് ഫളായിലുകളുണ്ട്. അതൊന്നും നീട്ടി വലിച്ച് പറയാൻ നമ്മുടെ ഈ ക്ലാസിന്റെ സമയം നമ്മെ അനുവദിക്കുന്നില്ല. ഏതാനും ചില കാര്യങ്ങൾ, അതായത് അസ്തഗ്ഫിറുല്ലാഹ് ധാരാളമായി പറയുന്നവർ. അപ്പം ഞാൻ ഇതും കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഇനിയിപ്പോ മനസ്സിൽ തട്ടാണ്ട് അവര് വായി കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞോളൂ. അപ്പൊ മനസ്സിൽ തട്ടിപ്പറയുന്ന അവനാണ് ചിലപ്പോൾ മനസ്സിൽ ഓർമ്മയില്ലാണ്ട് പറഞ്ഞു പോകുന്നത്. കാരണം നമ്മളൊരു എടുത്ത പ്രവൃത്തികളാണല്ലോ നമുക്ക് കൂടുതലും. ഇപ്പൊ നമ്മുടെ വീട്ടിലാണ് ഇഡ്ഡലി, ദോശ, പുട്ട്, പത്തിരി, പിന്നെ ചപ്പാത്തി അങ്ങനെ കണ്ടൊക്കെ രാവിലെ എഴുന്നേറ്റ് വന്ന് നമുക്ക് അതിലേക്കാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക. അത് നമ്മൾ പണ്ട് പണ്ടേ പഠിച്ചു വന്നത്, കുട്ടികൾക്ക് ഇഷ്ടം, അങ്ങനെ അത് ഉണ്ടാക്കിപ്പോ. അതുപോലെ ഈ ദിക്ർ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്നിങ്ങനെ പറയുന്ന മനുഷ്യൻ അറിഞ്ഞുകൊണ്ടോ അറിയാണ്ടോ എന്റെ പാപങ്ങൾ പൊറുക്കണേ, എന്റെ പാപങ്ങൾ പൊറുക്കണേ എന്നാണ് അയാൾ ഇന്റൻഷൻ. അഥവാ അയാൾ മനസാന്നിധ്യം ഇല്ലാണ്ട് പറഞ്ഞാൽ പോലും അള്ളാഹു അയാളുടെ ദിക്ർ സ്വീകരിക്കുന്നതാണ്. ആരെയും തന്നെ നിങ്ങൾ കളിയാക്കരുത്. മനസാന്നിധ്യം മസ്റ്റാണ്, നിർബന്ധമാണ്. പക്ഷെ എന്നിരുന്നാലും സ്വീകരിക്കും. അങ്ങനെ അപ്പൊ പാപമോചനം തേടുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ കുറച്ച് മാത്രം ഞാൻ പറയാം അല്ലെ. സ്വർഗം ലഭിക്കും, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, കർമ്മരേഖ നമ്മെ സന്തോഷിപ്പിക്കും അല്ലെ. നമുക്ക് ഏറ്റവും വലിയ പ്രതിഫലം വമ്മാമൻ ഊത്തിയ കിതാബഹു ബിയമീനി ഫഹുവ ഫീ ഐശത്തിർ റാളിയ അല്ലെ. ആരെങ്കിലും വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടിക്കഴിഞ്ഞാൽ അവൻ മനസ്സമാധാനത്തോടുള്ള ഒരു ജീവിതത്തിലാണ് അല്ലെ. അപ്പൊ ആ കർമ്മരേഖകൾ നമ്മെ സന്തോഷിപ്പിക്കും എന്ന് പറഞ്ഞാൽ വലത് കയ്യിൽ നമ്മുടെ അങ്ങനെ സന്തോഷം വരണമെങ്കിൽ നമ്മളെ ഗ്രന്ഥങ്ങൾ വലത് കൈ കിട്ടണ്ടേ അല്ലെ. അപ്പൊ ധാരാളമായി അസ്തഗ്ഫിറുല്ലാഹ് ചെയ്യുന്നവന് വലത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കും, ഐഹിക ജീവിതത്തിൽ സൗഖ്യം ലഭിക്കും, നരകമോചനം ലഭിക്കും, ഹൃദയം ശുദ്ധീകരിക്കും, അള്ളാഹു അവന്റെ ഖുവ്വത്ത് വർദ്ധിപ്പിക്കും അല്ലെ. അവൻ ഇപ്പോഴുള്ളതിനേക്കാളും കഴിവ് നൽകും, അവൻ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചാൽ നടത്തി കൊടുക്കും, അവന്റെ കുട്ടികൾക്ക് വരുന്ന വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കൂലേ. അങ്ങനെ സമൃദ്ധിയായ മഴ ലഭിക്കും, സ്വത്തുക്കളും സമ്പാദ്യങ്ങളും മക്കളും വർദ്ധിപ്പിച്ചു കൊടുക്കും, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കും. അപ്പൊ അങ്ങനെ ആ ദിക്റുകളൊക്കെ ഒരുപാട് മഹത്തരമാണ്. അപ്പൊ അത് ചെല്ലുന്നവരെ നമ്മൾ ഒരിക്കലും പരിഹസിക്കേണ്ടതില്ല. ഏറ്റവും വലിയ സന്തോഷ വാർത്ത നമ്മുടെ കർമ്മരേഖകൾ നമ്മെ സന്തോഷിപ്പിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. അത് 69ാമത്തെ പേജിലാണ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കൊണ്ടില്ലേ ധാരാളമായിട്ട് ദിക്റുകൾ എടുത്തുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനും മരണസമയത്ത് റത്ബം മിൻ ദിക്രില്ലാഹി തആല അല്ലെ, അള്ളാഹുവിന്റെ ദിക്റുകളാൽ നമ്മുടെ നാവ് നനഞ്ഞിരിക്കെ ഇഹലോകം വിട്ടു പോകുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല വിധി കൂട്ടുമാറാണ്. പിന്നൊരു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി റബ്ബേ, അതിനെന്തെല്ലാം പ്രത്യേകതകളാണോ അല്ലെ. പിന്നെ ഒരു അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്നുള്ള ഒരു ദുആ ഉണ്ടല്ലോ അല്ലെ. അത് നമ്മള് യുദ്ധമുഖത്ത് നിന്ന് ഒളിച്ചോടിയ സബഹുൽ മൂബിഖാത്ത് അല്ലെ, അതായത് മഹാപാപങ്ങൾ നിങ്ങൾക്ക് അറിയാം അല്ലെ. വ്യഭിചാരം, കള്ളുകൂടി, അങ്ങനെ ശിർക്ക്, കൊല, അങ്ങനെ കണ്ട അതിൽ എണ്ണപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് യുദ്ധമുഖത്ത് നിന്ന് ഓടിപ്പോകൽ അല്ലെ. യുദ്ധമുഖത്ത് നിന്ന് ഓടിപ്പോകുന്നവന് പോലും പുറത്തു കൊടുക്കുന്ന ദിക്റാണത് അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അല്ലെ. പിന്നെ നമ്മുടെ ഭാഷയിൽ ഒരു ഒടുക്കത്തെ കർമ്മങ്ങൾ അല്ലെ, പിന്നെ വെയിറ്റ് തൂങ്ങുന്ന ഒരു ദിക്റുണ്ട്. അത് ഏതാന്ന് നിങ്ങൾക്ക് അറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബലാണോ എന്ന് എനിക്ക് അത്ര ക്ലാരിറ്റി ഇല്ല, ഓർമ്മയില്ല. അപ്പൊ ഒരു ഒട്ടകപ്പുറത്ത് കയറിയപ്പോ ഒരു ചെല്ലിയ ദുആ ആണ്. എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നുള്ള ഒരു ദുആ അല്ലെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബലുമായിട്ട് കൂടി യാത്ര ചെയ്യുമ്പോൾ
ഈ ഒരു ദിക്ർ ചൊല്ലിയപ്പോ പറഞ്ഞു ഈ ഒരു ദിക്ർ മാത്രം മതി സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലെ. അപ്പം അദ്ദേഹം ആ സ്വഹാബി, എന്റെ പേര് എനിക്ക് അത്ര ക്ലാരിറ്റി ഇല്ല, സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്, എപ്പോഴും ഒന്ന് പരിശോധിച്ച് നോക്കണം, പേര് സ്വഹാബിന്റെ പേര് നോക്കണം എന്ന് വിചാരിക്കും, പക്ഷെ വിട്ടുപോയി. അപ്പൊ ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, ഞാൻ ഇത് ജനങ്ങളോടായി പറയട്ടെ, ഈ ഒരു ദിക്ർ ചൊല്ലിയ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു മതം. അന്നേരം പറഞ്ഞു, വേണ്ട, പിന്നെ ഈ ദിക്ർ ജനങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവര് ഒന്നും ചെയ്യാണ്ട് ഈ ദിക്റിൽ അവലംബിച്ചിരിക്കും, അതുകൊണ്ട് ഇപ്പം പറയണ്ട. എന്നിട്ട് അദ്ദേഹം മരണാസന്നമായി കിടക്കുന്ന അവസരത്തിൽ റൂഹ് പോകാൻ സമയത്ത് പിന്നെ അത് അഹിലുകാരോടായിട്ടാണ്, അന്നേരമാണ് ഇദ്ദേഹം ഈ വിവരം ഡിക്ലെയർ ചെയ്യുന്നത്. മാത്രമല്ല ഇൽമ് ഗോപ്യമാക്കി വെച്ച് മരിച്ചു പോയാൽ അദ്ദേഹത്തിന് അള്ളാഹു സ്വർഗം ലഭിക്കുകയില്ലേ എന്ന പേടി കൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം പറയുന്നത് അല്ലെ. പിന്നെ മലക്കുകളുടെ നമുക്ക് സ്വലാത്ത് ലഭിക്കുന്ന ദുആ ഉണ്ട് അല്ലെ. മലക്കുകൾ നമ്മളെ പേരിൽ സ്വലാത്ത് ചെല്ലും. അത് ഏതാ ദുആ? ഏതാന്ന് വെച്ചാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് ചെല്ലുമ്പോ മലക്കുകൾ നമുക്ക് വേണ്ടി പിന്നെ സ്വലാത്ത് ചെല്ലും അല്ലെ. മാത്രവുമല്ല നമ്മൾ ഒരു സലാത്ത് നബിന്റെ പേരിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ഇന്ന് ഏറ്റവും കൂടുതൽ സലാത്ത് വർദ്ധിപ്പിക്കേണ്ട ഒരു ദിവസമാണ് അല്ലെ. ഒരു സലാത്തെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചൊല്ലിക്കഴിഞ്ഞാല് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുവേണ്ടി 10 സ്വലാത്ത് ചെല്ലും, അതായത് 10 ഗുണങ്ങൾ വർദ്ധിപ്പിച്ചു തരും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പട്ടിണി, വിഷമങ്ങളും പ്രയാസങ്ങളും പരിവട്ടവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നബിന്റെ പേരിലെ സ്വലാത്ത് വർദ്ധിപ്പിച്ച ഒരുപാട് പ്രതിഫലം ഉണ്ട് അല്ലെ. ഒന്നാമത് അള്ളാഹു ഗുണം ചെയ്യുമെന്ന് അറിയുന്നത്, നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു നീക്കാനും വേണ്ടിയിട്ട് അള്ളാഹു പരിശ്രമിക്കും. ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ പറഞ്ഞാൽ മുഴുവൻ പറയുന്നില്ല, കാരണം അത് ഒരു 10 ഗുണങ്ങളുണ്ട്. അത് വിശദീകരിച്ച് തരാൻ സമയപരിമിതി മൂലം സാധിക്കുന്നില്ല അല്ലെ. അപ്പൊ ഈ ബുക്ക് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, അതിന് മാത്രം ഗുണങ്ങൾ ഈ വിഷയത്തിലുണ്ട്. പിന്നെ നമസ്കാരത്തിൽ ദിക്റുകൾ വർദ്ധിപ്പിക്കാനും അള്ളാഹുവിന്റെ സഹായം ലഭിക്കുവാനുള്ള ദിക്റുകളും, സ്വന്തം വീട്ടിൽ അനുഗ്രഹം ലഭിക്കുമ്പോൾ അല്ലെ, മാഷാ അല്ലാഹ്, സ്വന്തം വീട്ടിൽ അനുഗ്രഹം ലഭിക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? മാഷാ അല്ലാഹ്. വേറെ ആരെയും വീട്ടിലാണെങ്കിലും തബാറക്കല്ലാഹ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചോദിച്ചാലും ലഭിക്കുന്ന ദിക്റുണ്ട് അല്ലെ. അങ്ങനെ ഒരു ദിക്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്ത് ചോദിച്ചാലും തരുന്ന ഒരു ദിക്ർ. അതായത് നമ്മള് പിന്നെ മറ്റേ ഇതുണ്ടല്ലോ, തഹജ്ജുദ് സമയത്ത് എഴുന്നേറ്റിട്ട് ലാ ഇലാഹ അൽഹംദുലില്ലാഹി ലദി അഹ്യാന പറഞ്ഞ ശേഷം നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറഞ്ഞ ശേഷം നമ്മൾ ടോയ്ലറ്റിൽ, അത് ആ വിഷയങ്ങളൊക്കെ ഈ ബുക്കിൽ വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിൽ നോക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ടോയ്ലറ്റിൽ പോയി വുളു എടുത്ത് വന്ന് നമ്മൾ എന്ത് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായിരിക്കും. അപ്പൊ പലരും ചോദിക്കും, നമ്മൾ പലതും ചോദിച്ചിട്ടുണ്ടല്ലോ, അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ലാലോ എന്നൊക്കെ പരാതി പറയുന്നത് കേൾക്കാം. അത് നിങ്ങൾ ഇപ്പം ചോദിച്ചാൽ ചിലപ്പോ 5 കൊല്ലം കഴിഞ്ഞിട്ടോ, ചിലപ്പോ പിറ്റേന്നോ, ചിലപ്പോ അപ്പൊ തന്നെയോ, ചിലപ്പോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാലോ അള്ളാഹു നൽകും. അത് അള്ളാഹുവിന്റെ ഒരു ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലെ, എല്ലാറ്റിനും കഴിവുണ്ട്. അള്ളാഹു നമുക്കത് എപ്പോഴാണോ ഉത്തമം ആ സമയത്തായിരിക്കും അള്ളാഹു അത് നൽകുക എന്ന് മാത്രം. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് എ പ്ലെന്റി ഓഫ് ലാൻഡ് ഇൻ ഹെവൻ? ധാരാളമായിട്ട് സ്വർഗത്തില് മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ നമ്മൾ കേട്ടിട്ടില്ല അല്ലെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, സ്വർഗത്തിൽ ഒരുപാട് മരങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് എന്താ കാര്യം അല്ലെ. സ്വർഗത്തിൽ മരങ്ങൾ ഉണ്ടാക്കുന്ന ദിക്ർ എന്താ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ എന്ന ദിക്ർ അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട ദിക്റാണ്. സ്വർഗത്തിൽ ഒരുപാട് മരങ്ങൾ
വെച്ച് പിടിപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും മരങ്ങളെ കൊണ്ട്, അതായത് അത്രയും സ്ഥലത്ത് വെക്കുന്ന മരങ്ങൾ അത്രയും തന്നെ ഭൂമി നിങ്ങൾക്ക് സ്വന്തമായി ലഭിക്കും. നിങ്ങളൊരു വലിയ ആപ്പിളിന്റെ മരമോ വല്ല വലിയ പ്ലാവോ എന്ത് വലിയ മരങ്ങളാണോ നിങ്ങൾ പൂതിയുള്ളത്, ആ മരങ്ങൾ നിങ്ങൾ കുഴിച്ചിടുക മാത്രം മതി. വെള്ളം ഒഴിക്കണ്ട, പിന്നെ വളം കൊടുക്കണ്ട, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ കർഷകൻ വേണ്ട, വെറുതെ വിത്തിട്ടാ മാത്രം മതി. തത്സമയം അത് വലിയ ചെടികളായിട്ട് മാറിയിട്ട് നിങ്ങൾക്ക് ഫലം തന്നുകൊണ്ടേയിരിക്കും. ഈവൻ ചക്കയൊക്കെ ഇപ്പൊ പാകായി വരണമെങ്കിൽ എത്ര വർഷം കാത്തിരിക്കണം നമ്മുടെ നാട്ടിലെ ചക്ക അല്ലെ. അഥവാ ഒട്ടുമാവിന്റെ ചക്ക ആണെങ്കിൽ ഒരു നാച്ചുറൽ ടേസ്റ്റും ഉണ്ടാവൂല അല്ലെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മള് ഈ സ്വർഗത്തിലെ ചെടികൾ നടുന്ന ദിക്റുകളൊക്കെ ധാരാളമായിട്ട് ചെല്ലാം. അങ്ങനെ ദിക്റുകൾ നട്ടു കഴിഞ്ഞാൽ ചെടികൾ നട്ട് കിട്ടിയാൽ നമുക്ക് എന്തായി? സ്വർഗത്തിലെ ഏറ്റവും വലിയ ഏക്കർ കണക്കിന് കോടി സ്ഥലങ്ങളെ ഭൂമി ഉടമസ്ഥനായി. പക്ഷെ അവിടെ വയനാട്ടിലെ ഉരുൾപൊട്ടലോ വെള്ളപ്പൊക്കോ ഒന്നും വന്നിട്ട് സ്വർഗത്തിലെ ഭൂമിയൊന്നും നമ്മളോട് മിസ്സായി പോവൂല അല്ലെ. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് ഒരുപാട് ദിക്റുകൾ ചൊല്ലി വെച്ചോളൂ. അത് നമുക്ക് അള്ളാഹു അതിന് മാത്രം പ്രതിഫലം നൽകുന്നതായിരിക്കും. പിന്നെ ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്ന ദിക്റോ, അതിന്റെ കൂലി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പേജ് നമ്പർ 83 അതിനെക്കുറിച്ച് ഒരുപാട് പ്രതിപാദിക്കുന്നുണ്ട്. എത്ര ഭാരമുള്ള കാര്യം. നമുക്ക് ഏതെങ്കിലും ഇപ്പൊ ഒരു കല്യാണം വന്ന്, നമ്മുടെ കല്യാണം വലിയ പുതിയാപ്പന്റെ ബന്ധക്കാരാ, ഒരുപാട് പൈസക്കാരാ. ഇവരെ നമ്മൾ എങ്ങനെയാ റബ്ബെ ഹാൻഡിൽ ചെയ്യുക? നമ്മളെ കുട്ടിന്റെ ഭംഗി കൊണ്ട്, അവളെ ഡിഗ്രി കൊണ്ട്, പത്രാസ് കൊണ്ട് ഈ കല്യാണം നടന്നു. പക്ഷെ നമ്മളെ വീട് ചെറുതാണ്, നമ്മളെ കയ്യിൽ പൊന്നില്ല, നമുക്ക് വേറെ ഒന്നും അവർക്ക് ഫുഡ് വരെയെന്ന് അറിയും പോലെ കൃത്യമായിട്ട് കൊടുക്കാനുള്ള പൈസയൊന്നും നമ്മളെ കയ്യിലില്ല. റബ്ബെ ഞാൻ എന്താക്കും എന്ന് വിചാരിച്ച് ബേജാറാണ്. അതുപോലെ പല വിഷയങ്ങളിലും അല്ലെ. നമ്മളിപ്പോ ഒരു വീടെടുത്ത് തറട്ട് നല്ലോണം പോലെ വീടെടുത്ത് വന്നപ്പോ നമ്മളെ ഭർത്താവിന്റെ ജോലി പോയി, മാറുള്ള കാത്ത് രക്ഷിക്കട്ടെ, ജോലി നമുക്ക് എന്നൊന്നും ആവശ്യമുള്ള സംഗതി. അപ്പൊ നമ്മള് ഇങ്ങനെ ദുആ ചെയ്താണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നിങ്ങനെ ഒരുപാട് പ്രാവശ്യം ദുആ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഉദയസൂര്യന്റെ അർക്കങ്ങൾ പോരല്ലേ. അതായത് നമുക്കറിയാം ആകാശലോകത്തിൽ നിന്ന് മലക്കുകളോട് അള്ളാഹു പറഞ്ഞു, എന്റെ സിംഹാസനം നിങ്ങൾ എടുത്തു മാറ്റുവന്ന്, അങ്ങോട്ടോ വെക്കാൻ. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട് വസിയ കുർസിയുഹു സമാവാതി വൽ അർള് അല്ലെ. ഇപ്പൊ അൽബക്കറ പഠിച്ചവർക്കൊക്കെ അറിയാം അല്ലെ. ആകാശഭൂമികളോളം വിശാലമാണ് അള്ളാഹുവിന്റെ സിംഹാസനം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആകാശവും ഭൂമിയും ഉൾക്കൊള്ളുന്ന, ആകാശത്തിന്റെയും ഭൂമിന്റെ ഒരു തെമ്പ് നമ്മൾ കണ്ടിട്ടില്ല അല്ലെ. എപ്പോഴെങ്കിലും ഫ്ലൈറ്റിൽ പോകുമല്ലോ, പക്ഷെ ആകാശം കണ്ടെന്നാലും ഭൂമി കുറെ കാണാത്തത് ബാക്കിയാ. അപ്പൊ ആ ആകാശവും ഭൂമിയും ഉൾക്കൊള്ളുന്ന സിംഹാസനം എന്ന് പറയുന്നത്, അതിന്റെ ഒരു വെയിറ്റ് ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ വെയിറ്റുള്ള സിംഹാസനം എടുത്തു മാറ്റാൻ വരെ പര്യാപ്തമാണ് എന്ത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ ദിക്ർ അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ലാ ഹൗല വലാ ഖുവത ഒരുപാടുണ്ട്. നമ്മുടെ പ്രയാസങ്ങൾ 70 പ്രയാസങ്ങൾ നിൽക്കും, അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാണ്ടിരിക്കും, പിന്നെ നമസ്കാരം സ്വീകരിക്കപ്പെടുന്നു. അപ്പൊ ഓൾറെഡി രാത്രിയും പിന്നെ സുബഹിക്കും മഗ്‌രിബിനൊക്കെ നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് 10 പ്രാവശ്യം ചെല്ലേതുണ്ട്. ഇതല്ലാണ്ടും ധാരാളമായി ചൊല്ലിക്കഴിഞ്ഞാൽ ഒത്തിരി എന്താണ് പ്രതിഫലങ്ങൾ ഉണ്ട് അല്ലെ. ഖുർആൻ പാരായണത്തിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, അതും ഒരു അഫ്ളലു ദിക്റാണ്. ഖുർആൻ ഓതിയാലുള്ള പ്രതിഫലം എന്ന് പറയുന്നത് അത് ഒരുപാട് പ്രതിഫലമുള്ള ഒരു കർമ്മമാണ്. അപ്പൊ ഈ ദിവസങ്ങളിൽ, ഈ 10 ദിവസങ്ങളിൽ നമ്മൾ അതും ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ അറഫൻ മിനൽ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസനത വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ ലാ അഖൂലു ലം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാ ലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫില. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയാണ്, നിങ്ങൾ ഖുർആനിൽ നിന്ന് അലിഫ് ലാം മീം എന്ന ഒരു വാക്യം ഓതി കഴിഞ്ഞാൽ അത് ലാം ഒരു ഹർഫാണ്, അലിഫ് ഒരു ഹർഫാണ്, ലാം മീം അത് നമുക്കറിയാം അല്ലെ. 30 പ്രതിഫലമാണ്. എങ്കിൽ നിങ്ങൾ പള്ളിയിൽ വെച്ചിട്ടോ നമസ്കാരത്തിൽ, തഹജ്ജുദ് നമസ്കാരത്തിൽ ഒരാൾ വിചാരിക്കുക ഞാനിന്ന് 100 ആയത്ത് ഓതിയിട്ട് നിസ്കരിക്കുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത്രയും ആയത്തുകളുടെ പ്രതിഫലം നമുക്കിങ്ങനെ ലഭിക്കും അല്ലെ. അപ്പം നമസ്കാരത്തിലും ഓതുന്ന ആയത്തുകൾക്കും
പള്ളിയിൽ വെച്ച് ഓതുന്ന ആയത്തുകൾക്കും ഒരുപാട് പ്രതിഫലമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. പള്ളിയിൽ വെച്ച് നമ്മൾ ആയത്ത് ഓതുകയാണെങ്കിൽ എന്താണ്, ഒരു ചുവന്ന ഒട്ടകത്തിന്റെ പ്രതിഫലമാണ്. അതേ പ്രതിഫലം തന്നെയാണ് നമസ്കാരത്തിൽ. നമുക്കറിയാം, ലേഡീസ് ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ നമ്മൾ വിചാരിച്ച പോലെ പോക്കൊന്നും നമുക്ക് നടക്കൂല അല്ലെ. അപ്പൊ നമ്മള് ഈ രീതിയിൽ പിന്നെ ഓതുകയാണെങ്കിൽ, അതായത് നിസ്കാരത്തില് സുന്നത്ത് നമസ്കാരത്തിലൊക്കെ ഇവൻ നമ്മൾ മറന്നുപോയ പഠിച്ചു വെച്ച ആയത്തുകളൊക്കെ വീണ്ടും വീണ്ടും ഓതുകയാണെങ്കിൽ, വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുകയാണെങ്കിൽ പോലും നമുക്ക് ഇത്രയും പ്രതിഫലമുണ്ട് അല്ലെ. ഫസ്റ്റ് ഓഫ് ഓൾ, ഏറ്റവും വലിയ ഫ്രണ്ട് നമ്മുടെ കൂടെ കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഏറ്റവും വലിയൊരു ശത്രു കൂടിയാണ്. അതാരാണെന്ന് പറയാമോ? നമ്മളെ കൂടെ കൊണ്ട് നടക്കും. നമുക്ക് അതില്ലാഞ്ഞാൽ ഉറക്ക് കിട്ടൂല. നമ്മുടെ ഏറ്റവും വലിയ ഫ്രണ്ട് നമുക്ക് ഭർത്താവിനേക്കാളും ഉമ്മയേക്കാളും ഉപ്പയേക്കാൾ കാണാണ്ട് ഒരു മിനിറ്റ് നിന്നൂടെ. ആരാണത്? മൊബൈൽ. അതെ, അതൊക്കെ അറിയല്ലേ കള്ളത്തികളെ. അപ്പൊ മൊബൈൽ അല്ലെ, മൊബൈലാണ് നമ്മളെ ഏറ്റവും വലിയ ഫ്രണ്ട്, ഏറ്റവും വലിയ ശത്രുവാണ്. അപ്പൊ ഈ 10 ദിവസം ഞാൻ നിങ്ങളോട് ഒരു അപേക്ഷിക്കുകയാണ്. ഈ 10 ദിവസങ്ങളിൽ നിങ്ങൾ ഫോണ് ദൂരെ വെച്ച് മാത്രമേ ഓതുമ്പോ ഉണ്ടാവും കയ്യില്, പക്ഷെ ദിക്ർ എടുക്കാനിരിക്കുമ്പോ ഒരു കാരണവശാല് ഫോൺ അടുത്ത് വെക്കരുത്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 4 പ്രാവശ്യം ഓതാന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നാൽ 3 ഓതുമ്പത്തേക്ക് മനസ്സ് നമ്മുടെ പിശാച് ഇവിടെ വാങ്ക് കൊടുക്കുന്ന കേൾക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് പറയാം കേട്ടോ. ഞാൻ കേൾക്കുമ്പോൾ നിർത്തിയാൽ മതി, എനിക്ക് കേൾക്കുന്നില്ല, മഴ കൊണ്ടായിരിക്കാം മേ ബി. അപ്പോ അങ്ങനെ ഓതുമ്പോ അതും വിചാരിച്ചിരുന്ന 3 or 4 എഴുതുമ്പത്തിന് ഓർമ്മിക്കും. നിങ്ങളെ നാത്തൂനെ, അവിടെ അടുത്തുള്ള വീട്ടിലെ നാത്തൂനോട് പറയണ്ട നാളെ നമ്മള് മരിച്ച വീട്ടിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആ പൈസ ഇവര് തന്ന് ഈ പൈസ ഇവർക്ക് കൊടുത്തു, അത് പറയണ്ടേ. അല്ലെങ്കിൽ ഹസ്ബൻഡിനെ വിളിച്ച് ആട്ടപ്പൊടിക്ക് പറയണ്ടേ, എന്നാലല്ല ഇന്ന് രാത്രി ചപ്പാത്തി ഇടാൻ പറ്റുള്ളൂ. ഇതൊക്കെ ആവശ്യങ്ങളാണ്. സംഭവം ഇബ്ലീസും അങ്ങനെ തന്നെ ആണല്ലോ. നിസ്കരിക്കാൻ കൈയെട്ടി കഴിഞ്ഞാൽ നമ്മളെ പോയ താക്കോലിനെ ഓർമ്മാക്കി തരും. അടുപ്പിൽ പാല് വെച്ചാണ് നമ്മൾ നിസ്കരിക്കുന്നത്, അതോ പാലുണ്ട് അടുപ്പിൽ നിന്ന് ഓർമ്മാക്കി അല്ലെ. സംഭവം നല്ലതായിരിക്കും, പക്ഷെ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പ്രതിഫലങ്ങൾ ഒട്ടനവധി നഷ്ടപ്പെടുത്തുന്നതിൽ ഇബ്ലീസിനും മൊബൈൽ ഫോണിനും കാര്യമായ പങ്ക് നിർവഹിക്കാനുണ്ട്. അതുകൊണ്ട് ഫോണ് മാറ്റി വെക്കുക. പിന്നെ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം കൂടെ പറയുന്നത്, ഈ സമയത്ത് നിങ്ങൾ ആരുമായിട്ട് 10 ദിവസത്തിൽ ഞാൻ കഴിഞ്ഞ റമദാനിൽ നിങ്ങളോട് ഓർമ്മിച്ചിരുന്നു, ആരുമായിട്ട് കോണ്ടാക്ട്സ് വേണ്ട. ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ് സർക്കിളിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് മാറ്റി വെക്കുക. എന്തെങ്കിലും ആയിക്കോട്ടെ, 10 ദിവസം ഞാൻ അള്ളാഹ്ക്ക് കൊടുത്തിക്കണം, എനിക്ക് സ്വർഗത്തിന്റെ ടോപ്പിൽ ജന്നാത്തുൽ ഫിർദയിൽ എത്തണം എന്നുള്ളൊരൊറ്റ ചിന്താഗതിയോട് കൂടി. അത്യാവശ്യം നമ്മൾ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നാൽ അവര് മേ ബി അവരെന്താക്കും, മെസ്സേജ് ചെയ്യും. ഇപ്പൊ മെസ്സേജിന് റിപ്ലൈ 1 സെക്കൻഡ് മതി. അതേസമയം ഫോൺ എടുത്തു കഴിഞ്ഞാൽ നാട്ടിലെ മുഴുവൻ കഥകളും, അതും ടോക്കറ്റീവ് ആയിട്ടുള്ള സൂപ്പർ കത്തിയായിട്ടുള്ള ചില പെണ്ണുങ്ങളുണ്ട്, അവര് ഫോണ് വിളിച്ചാൽ വെക്കൂല്ല, മറ്റുള്ളവരുടെ സമയം കൊല്ലുകയും ചെയ്യൂല്ലേ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ ഫോൺ കോളുകളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക അല്ലെ. റമദാനിൽ പറഞ്ഞ പോലെ തന്നെ ആദിഹി അഫ്ളലു അയ്യാമില്ലേ, ഈ മഹത്തായ സുദിനങ്ങൾ മുഴുവൻ നേടിയെടുത്തിട്ട് നമ്മൾ ഒരു ഉത്തമമായ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഒരു കൂട്ടുകാരുടെ ഒരു ഗ്യാങ് തന്നെ നമുക്ക് സ്വർഗത്ത് പോയാൽ കാണണം അല്ലെ. അപ്പം നമ്മളെ ഒരു സർക്കിൾ ഒന്ന് കുറച്ച് വെക്കുക. നമ്മൾ വർത്താനം പറയുക, ഹരം പറയുക, ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ കുട്ടികളോട് പറയും, ഈ 10 ദിവസം അല്ലെങ്കിൽ നോമ്പ് റമദാൻ മാസം നിങ്ങൾ എന്നോടൊന്നും വലിയ കോണ്ടാക്ട്സ് ഒന്നും വേണ്ട, എനിക്ക് എങ്ങനെങ്കിലും അവിടെ കയറി പറ്റണം. നിങ്ങളോട് വർത്താനം പറയും, എനിക്ക് 11 മാസവും പറയാലോ എന്ന് വിചാരിച്ച് ഞാൻ വല്ലാണ്ട് അവിടെ ചായക്ക് കടി ഉണ്ടാക്കി, അവിടെ ഇറച്ച് ബിരിയാണി എപ്പം വെച്ചു, ഒലപ്പം ജുമാക്ക് പോയി, ഇങ്ങനെ കണ്ട കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കാം. അല്ലെങ്കിലും ഞാൻ ഫോണിൽ സംസാരം വളരെ കുറവാണ്. രാത്രി 10 മണി കഴിഞ്ഞാൽ ആരും 9:30 കഴിഞ്ഞാൽ ഞാൻ ആരും ഫോൺ വിളിച്ചാൽ എടുക്കാറുമില്ല. അപ്പം അങ്ങനെ അതുകൊണ്ട് ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെ മാക്സിമം കുറച്ചിട്ട് ഫോണ് പ്ലഗിൽ ചാർജിൽ ഇട്ടിട്ട് ദിക്റെടുക്കന്നെ യാതൊരു ഇതും വേണ്ട. എല്ലാ മെസ്സേജ് അതുപോലെ നിങ്ങളും വേറെ ആർക്കും നിങ്ങൾ മറ്റുള്ളവരോട് അയക്കരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് മെസ്സേജസ് ഒന്നും അയക്കരുത്. കാരണം മെസ്സേജ് എന്ന് പറയുന്നത് അധികവും നമുക്ക് അൺവാണ്ടഡ് ആണെന്ന് വേണം പറയാനില്ലേ. കുറേ വേണ്ടിയതും വേണ്ടാത്തതും ഇങ്ങനെ വായിച്ചു പോയിട്ട് നമ്മളെ ബ്രെയിനിൽ കയറുന്നുണ്ടോ? ഇല്ല. ദിക്റാണെങ്കിൽ അതല്ല ചൊല്ലിക്കഴിഞ്ഞാൽ
പറഞ്ഞ ആത്മാർത്ഥമായി ചൊല്ലിക്കഴിഞ്ഞാല് നമുക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും അല്ലെ. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിക്കാത്ത ഒരു കാര്യവും നമുക്ക് നടത്താൻ സാധിക്കൂല. അതുകൊണ്ട് ഇപ്പോഴേ തഹജ്ജുദിലൊക്കെ ദുആ ചെയ്തു കൊള്ളുക. ഈ പ്രാവശ്യത്തെ ഈ ഹജ്ജിലെ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത് പെരുന്നാളും കൂടെ ഉൾപ്പെട്ടതാണ്. ആ പെരുന്നാളും കൂടെ ഉൾപ്പെട്ട ദിവസം ഏറ്റവും അഫ്ളലായ രീതിയിൽ ഏറ്റവും അഫ്ളലായ രീതിയിൽ ദിക്റുകൾ ദുആകളും ദിക്റുകളൊക്കെ വർദ്ധിപ്പിക്കാനും ഏറ്റവും വലിയ ദറജകളിലേക്ക് ജന്നാത്തുൽ ഫിർദൗസിന്റെ ഏറ്റവും ഉന്നതമായ ചോദിക്കുന്നത് കൊണ്ട് മടിക്കണ്ടാല സഹോദരിമാരെ. നമ്മൾ അള്ളാഹുവിനോടല്ലേ ചോദിക്കുന്നത്. ഇന്നല്ലാഹ ഹനിയ്യുൻ ഹമീദുൻ കബീറുൻ അല്ലേ. അള്ളാഹു എന്തെല്ലാം പദവികൾ അള്ളാഹു സമതാണ് അല്ലെ. അങ്ങനത്തെ അള്ളാഹുവിനോട് നമ്മൾ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണമെങ്കിൽ എന്തിനു മടിക്കണം? അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഏക്കർ കണക്കിൽ സ്ഥലം വാങ്ങി ജന്നാത്തുൽ ഫിർദൗസ് അങ്ങ് വർദ്ധിപ്പിക്കട്ടെ. നമുക്ക് കൂട്ടത്തോടെ കൈപിടിച്ച് ഒരു കുട പിടിച്ച്, അതായത് ഒരു കുടക്കീഴിൽ ഒരുപാട് ദിക്റുകൾ എന്ന് പറഞ്ഞ ഒരു കുട കാണുമ്പോ ഞാൻ അങ്ങനെ വിചാരിക്കും, പഠിച്ചോനെ ഇതുപോലുള്ള ഒരു കുടയും ചൂടി നമുക്ക് സ്വർഗത്തിലേക്ക് ഒന്നായിട്ട് കടന്നു പോകാന് ഇതിന്റെ വീഡിയോ ഉണ്ടാവും കേട്ടോ. ചിലപ്പോ നാളെ മറ്റന്നാളെ കിട്ടും. അങ്ങനെ പോകുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വിധി കൂട്ടുമാറാകട്ടെ എന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുക. കൊടന്റെ ചിത്രം കാണുമ്പോ അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നല്ലോ ഈ ഒരു പുണ്യം. ഞാൻ ഏകദേശം ഈ പുസ്തകത്തിന്റെ വളരെ ചെറിയൊരു പാർട്ട്, ഏകദേശം ഒരു 4-5 പേജസ് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഇതിപ്പോ വിശദീകരിക്കുകയാണെങ്കിൽ എത്രയോ ദിവസങ്ങൾ വേണ്ടി വരും പറയാൻ. അതിന് മാത്രം കണ്ടന്റ് ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ അത് നോക്കിയിട്ട് ഞാനടക്കം എന്നറിയുമ്പോ ഞാനത് എഴുതി അവിടെ വെച്ചു എന്നല്ലാണ്ട് ഞാനും പലപ്പോഴും നോക്കാൻ സമയം കിട്ടാറില്ല. അപ്പൊ ഈ നോമ്പ് ഇത്രയും ദിക്റുകൾ കഴിയുന്ന മാക്സിമം അല്ലെ ഒരുപാട് ദിക്റുകൾ ചെല്ലാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു ദിക്റുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ. അത് 4 ഫോർമാറ്റിൽ ഉണ്ട് കേട്ടോ ആ ദിക്റ്. ഈ ഒരു ദിക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ 10 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ചൊല്ലിക്കഴിഞ്ഞാൽ ഇബ്ലീസ് നമ്മോട് അടുക്കുകയില്ല. അതിന്റെ ഒരു ഫളല് അതാണ്. അപ്പൊ അതുപോലെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടും വൃത്തിയായിട്ടും അല്ലെ ഈ 10 ദിവസം. അതാ ഞങ്ങൾ പറഞ്ഞത്, ഷോപ്പിങ്ങും ഡ്രസ്സ് വാങ്ങലും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കലും ഷൂ വാങ്ങലും ചെറിയ മക്കളുള്ളവർക്ക് ഹെയർ ക്ലിപ്സ് ഒക്കെ വാങ്ങലും പെരുന്നാളിന്റെ അന്ന് വൃത്തിക്ക് പള്ളിയിൽ പോണ്ടേ അതിന് ക്ലിപ്പൊക്കെ വാങ്ങലൊക്കെ മസ്റ്റാണ്. അതൊന്നും വാങ്ങണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ അതൊക്കെ വാങ്ങലും അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ ഫുള്ള് തീർത്ത് വെക്കുക. ഫുള്ളി എൻഗേജ്ഡ് അള്ളാന്റെ വിഷയത്തിൽ ഖുർആനായാലും അങ്ങനെ കണ്ട വിഷയങ്ങളും ഒക്കെ മാത്രം ചെയ്തിട്ടില്ലേ നമ്മുടെ ഏറ്റവും നല്ല സുന്ദരമായ പകലുകളായിട്ട് മാറട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ അമലു സ്വാലിഹാത്തുകൾ സ്വീകരിക്കുമാറാ